അള്ളാഹുവിനെ ധിക്കരിക്കുക എന്നതിന് ഒരുപാട് ഷർറ്, ഒരുപാട് ഫലങ്ങളെ നമ്മുടെ ജീവിതത്തിൽ അത് വരുത്തിക്കളയും. ഒരുപാട് മൻസിൽ നമ്മളെ താഴ്ത്തിക്കളയും അള്ളാഹുവിനെ ധിക്കരിക്കുക എന്നത്. നഊദു ബില്ലാഹ്. സല്ലല്ലാഹു അലൈഹി വസല്ലം വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൂറത്തുൽ കഹ്ഫിന്റെ തഫ്സീറാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഈ സൂറത്തിന്റെ 47-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു: ويوم نسير الجبال وترى الأرض بارزة وحشرناهم فلم نغادر منهم أحدا ويوم نسير الجبال ويوم ദിവസം نسير الجبال ജിബാലിനെ നാം സഞ്ചരിപ്പിക്കുന്ന ദിവസം, പർവ്വതങ്ങളെ നാം നീക്കിക്കളയുന്ന ദിവസം. وترى الأرض ഭൂമിയെ നിനക്ക് കാണാം ബാരിസത്തായി നിനക്കന്ന് കാണാം. ബാരിസ് എന്നാൽ യാതൊരു ഒരു ഉയർച്ചയോ താഴ്ചയോ ഒന്നുമില്ല, ഒരാൾക്ക് ഒളിഞ്ഞു നിൽക്കാൻ ഒരു സ്ഥലവുമില്ല, മറിച്ച് ഭൂമി അടച്ച മുറ്റമായി മാറും. അള്ളാഹു പറഞ്ഞതുപോലെ യൗമ തുബദ്ദലുൽ അർദു ഗൈറൽ അർദ് വസ്സമാവാത്ത് വബറസൂ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ഭൂമി അല്ലാത്തതായി മാറും, ആകാശം അതല്ലാത്തതായി മാറും. വെളുവെളുത്ത ചുവപ്പ് കലർന്ന വെളുപ്പുള്ള ഒരൊറ്റ മുറ്റം, ഒരാൾക്കും പതുങ്ങിയിരിക്കാൻ സാധ്യമല്ല, നിരപ്പാണ്. ഒരു വളവോ ചെരിവോ ഒന്നും കാണുകയില്ല, ഉയർച്ചയോ താഴ്ചയോ ഒന്നും ഉണ്ടാവുകയില്ല. പർവ്വതങ്ങളെ അല്ലാഹു നീക്കുകയാണ്. നാം അവരെ ഒരുമിച്ച് കൂട്ടും. ഫലം നുഗാദിർ, നാം വിട്ടുപോവുകയില്ല. മിൻഹും, അവരിൽ നിന്ന് അഹദൻ, ഒരാളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, പർവ്വതങ്ങളെ നാം സഞ്ചരിപ്പിക്കുന്ന ദിവസം ഭൂമി അന്ന് ബാരിസത്തായി നിനക്ക് കാണാം. നാം അവരെല്ലാവരെയും ഒന്ന് ഒരുമിച്ച് കൂട്ടും. ഫലം നുഗാദിർ മിൻഹും അഹദ, ഒരാളെപ്പോലും നാം വിട്ടുകളയുകയില്ല. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖിയാമത്ത് നാളിന്റെ അതിന്റെ ഭയാനകത ഒരുപാട് ആയത്തുകളിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർദഅത് وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد يا أيها الناس اتقوا ربكم إن زلزلة الساعة شيء عظيم. الله سورة തുടങ്ങിയത് അങ്ങനെയാണ്. ഏത് സൂറത്താണ്? സൂറത്തുൽ ഹജ്ജ്. يا أيها الناس اتقوا ربكم, മനുഷ്യരെ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കുക. إن زلزلة الساعة شيء عظيم, ഖിയാമത്ത് നാളിന്റെ സൽസല അത് ഭയാനകരമായ ഒരു കാര്യം തന്നെയാണ്. യൗമ തറൗനഹ, അത് നിങ്ങൾ കാണുന്ന ദിവസം. തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർദഅത്, മുലയൂട്ടുന്ന ഓരോ പെണ്ണും താൻ മുലയൂട്ടുന്നതിനെ കുറിച്ച്, കുഞ്ഞിനെ കുറിച്ച് മറന്നുപോകും, ശ്രദ്ധയായിപ്പോയി. വതദഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹ, എല്ലാ ഗർഭിണികളും പ്രസവിച്ചു പോകും. വതറ الناس സുകാറ വമാ ഹും ബിസുകാറ, ജനങ്ങളെയൊക്കെ ഒരു ലഹരി ബാധിച്ചതുപോലെ നിനക്ക് കാണാം. വമാ ഹും ബിസുകാറ, ലഹരി ബാധിച്ചതല്ലാതെ. വലാകിന്ന അദാബ അല്ലാഹി ശദീദ്, അല്ലാഹുവിന്റെ അദാബ് അത് വളരെ കടുത്തതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെയും വിട്ടുകളയാതെ നിരപ്പായ ഭൂമിയിൽ അവനതാ ഒരുമിച്ച് കൂട്ടുകയാണ്. വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫ വജീഅ യൗമഇദിൻ ബിജഹന്നം, അതാ നിന്റെ റബ്ബും മലക്കുകളും അണിയണിയായി വരുന്ന രംഗം, നരകത്തെ കൊണ്ടുവരപ്പെടും. പിന്നെ മഹ്ശറിൽ 4 ഭാഗത്തും നോക്കിയാലും കാണുക നരകം മാത്രമാണ്. 4 ഭാഗത്തും കാണുക നരകം മാത്രം. നടുവിൽ മഹ്ശർ, അതാ ഒരൊറ്റ പാലമാണ് പിന്നീടുള്ളത് സ്വർഗത്തിലേക്ക് പോകാൻ. ആ സമയത്താണ് വതറാ കുല്ല ഉമ്മത്തിൻ ജാഥിയ, എല്ലാവരും മുട്ടിൽ വീണുപോകും. അള്ളാഹുവിന്റെ അംബിയാ പറയും നഫ്സി നഫ്സി. അള്ളാഹുവിന്റെ ഏറ്റവും നല്ല കൽബുകളുള്ള അള്ളാഹുവിന്റെ അംബിയ നബിമാ, അവർ പറയും നഫ്സി നഫ്സി. അത്രയും ഭീകരമായ രംഗമാണത് ഖിയാമത്ത് നാൾ. അള്ളാഹു അതിൽ അവന്റെ അർശ് നൽകി, അവന്റെ ജന്നാത്തുൽ ഫിർദൗസ് നൽകി നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു പറയുന്നു وعرضوا على ربك صفا لقد جئتمونا كما خلقناكم أول مرة بل زعمتم أن لن نجعل لكم موعدا. وعرضوا അവർ
പ്രദർശിപ്പിക്കപ്പെടും. അല റബ്ബിക, അവരുടെ നിന്റെ റബ്ബിന്റെ മുന്നിൽ എല്ലാവരും വരും, ഒരാളും ബാക്കിയില്ല, എല്ലാവരും ഒരുപോലെയായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ യുഹ്ശറു നാസു യൗമൽ ഖിയാമത്തി ഹുഫാതൻ ഉറാതൻ ഗുർല, എല്ലാവരും വന്ന് ഒരുമിച്ച് കൂട്ടപ്പെടും. ഹുഫാതൻ, ചെരുപ്പില്ലാതെ, ഉറാതൻ, വസ്ത്രമില്ലാതെ, ഗുർലൻ, ചേലാകർമ്മം ചെയ്യപ്പെടാത്തവരായി. ആയിഷ റളിയല്ലാഹു അൻഹാ റിവായത്ത് ചെയ്ത പ്രസിദ്ധമായ ഹദീസാണല്ലോ. ഉർദു അല റബ്ബിക സഫൻ, അണിയണിയായി എല്ലാവരും റബ്ബിന്റെ മുന്നിൽ വരും. അല്ലാഹു അപ്പോൾ പറയും, ലഖദ് ജിഅ്തുമൂന, നിങ്ങളെല്ലാവരും നമ്മുടെ അടുത്തേക്ക് വന്നല്ലോ. കമാ ഖലഖനാകും, നാം നിങ്ങളെ പടച്ചതുപോലെ, അവ്വല മറ, ആദ്യം. ഇതെന്താണ് അല്ലാഹു ഇങ്ങനെ പറയുന്നത്? ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പറയുന്നത്, ഇത് ഹാദാ തഫ്രീഖുൻ തഖ്രീഉൻ ലിൽ മുൻകിരീന ലിൽ മആദ്, ഖിയാമത്തിനെ നിഷേധിച്ച എത്രയോ ആളുകളുണ്ട്, അവരതാന്ന് വരും. അള്ളാഹു അവരെ ആക്ഷേപിച്ച്, അവരെ പരിഹസിച്ച് പറയുകയാണ്, തൗബീഖുൻ ലഹും അലാ റൂസിൽ അശ്ആർ, ആളുകളൊക്കെ മുന്നിൽ വെച്ച് അള്ളാഹു അവരോട് പറയും. അതുകൊണ്ടാണ് പറഞ്ഞത് ബൽ സഅംതും, അല്ല, ബൽ സഅംത, നിങ്ങൾ ജൽപ്പിച്ചത്, നിങ്ങൾ വാദിച്ചത്, അല്ലൻ നജഅല ലക്കും മൗഇദ, നാം ഒരിക്കലും നിങ്ങൾക്ക് ഏർപ്പെടുത്തുകയില്ല, മൗഇദൻ, ഈ വാഗ്ദാനം ചെയ്യപ്പെട്ട ഈ ദിവസം, ഈ ഒരു ദിവസം ഇല്ലെന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത്. അങ്ങനെയല്ല, അങ്ങനെ ദിവസമുണ്ട്. അള്ളാഹു അവനെ കുറിച്ച് പറഞ്ഞു, കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം യസ്അലുഹു മൻ ഫിസ് സമാവാതി വൽ അർദ് കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ സനഫ്റുഗു ലക്കും അയ്യുഹൽ തഖലാൻ. അള്ളാഹു അവനെ കുറിച്ച് പറഞ്ഞു, യസ്അലുഹു മൻ ഫിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലുള്ളവരെല്ലാം അവനോട് ചോദിച്ചുകൊണ്ടിരിക്കും. കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ, അവൻ എല്ലാ ദിവസവും അവന്റെ കാര്യത്തിലാണ്. ഒരു ചോദ്യം മറ്റൊരു ചോദ്യത്തിൽ നിന്ന് അവനെ തെറ്റിച്ചു കളയുന്നില്ല. ഒരു ചോദ്യം കേട്ടാൽ അടുത്ത ചോദ്യം അവന് മാറിപ്പോകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും കഴിവുള്ള, എല്ലാം കേൾക്കുന്നവനാണ്. എന്നിട്ട് അവൻ പറഞ്ഞു, സനഫ്റുഗു ലക്കും അയ്യുഹൽ തഖലാൻ, ഓ ജിന്ന് സമൂഹമേ, മനുഷ്യവർഗമേ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒഴിഞ്ഞിരിക്കും ഒരു ദിവസം. സനഫ്റുഗു ലക്കും അയ്യുഹൽ തഖലാൻ. സുബ്ഹാനല്ലാഹ്, എത്ര കടുത്തതാക്കിയതാണ്. അള്ളാഹു നമ്മെ ഹിസാബിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല വരും. അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ നീതി നടപ്പാക്കും. കമാ ഖലഖനാകും അവ്വല മറ ബൽ സഅംതും അല്ലൻ നജഅല ലക്കും മൗഇദ. പിന്നീട് അതാണ് വഉദിഅൽ കിതാബ് ഫതറ അൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി വയഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബ് لا يغادر صغيرة ولا كبيرة إلا أحصاها ووجدوا ما عملوا حاضرا ولا يظلم ربك أحدا. ووضع الكتاب, أن كتاب നിവർത്തപ്പെടും, കിതാബ് എന്ന് വെക്കപ്പെടും. എന്താണ് കിതാബ്? കിതാബ് അഅ്മാൽ, അമലുകളുടെ കിതാബാണ്. الذي فيه الجليل والحقير, വലുതുമുണ്ട് അതിൽ, നിസാരമായതുമുണ്ട്. والفتيل والقطمير, സുബ്ഹാനല്ലാഹ്, ഒരു ഈത്തപ്പഴക്കുരുവിന്റെ പാടയുടെ അത്രയുള്ളതായാലും ശരി, ഖൈറാകട്ടെ ഷർറാകട്ടെ, അമൽ മുഴുവൻ, വാക്ക് മുഴുവൻ അതിലുണ്ട്. സഗീർ വൽ കബീർ, ചെറുതും വലുതും. അത് കണ്ടാൽ ഫതറൽ മുജ്രിമീന, നിനക്ക് കാണാമെന്ന് അൽ മുജ്രിമീൻ, കുറ്റവാളികളെ, മുശ്ഫിഖീന മിമ്മാ ഫീ, അവരാകെ മുശ്ഫിഖീൻ, പേടിച്ച് വിറച്ചിരിക്കും, മിമ്മാ ഫീ, അതിലുള്ളത് കണ്ടിട്ട്. വയഖൂലൂന, അവർ പറയും, യാ വൈലതനാ, ഞങ്ങളുടെ വൈൽ എന്നാൽ സ്വയം നാശം പറയുന്ന വാക്കാണ്. ഞങ്ങളുടെ നാശമേ, യാ വൈലതനാ മാ ലിഹാദൽ കിതാബ്, എന്താണ് ഈ കിതാബ്? ലാ യുഗാദിറു, ഈ കിതാബ് വിട്ടുകളയുന്നില്ലല്ലോ, സഗീറത വലാ കബീറ, ചെറുതോ വലുതായ ഒന്നും ഈ കിതാബ് വിട്ടിട്ടില്ലല്ലോ, ഇല്ല അഹ്സാഹ, കൃത്യമായി എണ്ണി രേഖപ്പെടുത്തിയിട്ടല്ലാതെ. ഇതെന്തൊരു കിതാബാണ് എന്നവർ ഈ കിതാബിനെ കൊണ്ട് പറയും, കിതാബിനെ കുറിച്ച് പറയും. യാ ഹസ്റതനാ വൈലനാ അലാ മാ ഫറത്നാ ഫീ അഅ്മാലിനാ, നമ്മുടെ ആയുസ് നമ്മൾ ഇതിലാണല്ലോ കളഞ്ഞു കുടിച്ചത് എന്ന് അവർ കിതാബ് നോക്കി പറയുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പല സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, മുഅ്മിൻ അവന് കിതാബ് കിട്ടിയാൽ, അവന് വലത് കൈയിൽ കിതാബ് കിട്ടിയാൽ അവൻ പറയും, അവൻ സന്തോഷത്തോടെ പറയും, ഹാ ഉഖ്റഉ കിതാബിയ, വരൂ എന്റെ കിതാബ് വായിക്കും. ഇന്നി ളലന്തു അന്നി മുലാഖിൻ ഹിസാബിയ വഹുവ ഫീ ഐശത്തിൻ റാദിയ,
സന്തോഷത്തോടെ അവൻ പറയും, രണ്ട് കിതാബ് വായിക്കും, ഞാൻ ഖിയാമത്ത് നാൾ വരുമെന്ന് റബ്ബിനെ കണ്ടുമുട്ടുമെന്ന് വിചാരിച്ചവനാണ്. അള്ളാഹുവിന് തൃപ്തിയുള്ള ജീവിതം സ്വർഗത്തിൽ കൊടുക്കും. ആർക്കാണ് ഇടത് കയ്യിൽ കിതാബ് കിട്ടിയത്, ഫയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയ വലം അദ്രി മാ ഹിസാബിയ യാ ലൈതഹാ കാനത്തിൽ ഖാദിയ മാ അഗ്നാ അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ ഖുദൂഹു ഫഗുല്ലൂഹു ثم الجحيم صلوا ثم في سلسلة ذرعها 70 ذراعا فاسلكوه. ഇടത് കയ്യിൽ കിതാബ് കിട്ടിയാൽ പറയും, യാ ലൈതനി ലം ഊത കിതാബ്, ഈ കിതാബ് കിട്ടിയിരുന്നില്ലെങ്കിൽ എത്ര നന്നായി. യാ ലൈതനി ലം ഊത കിതാബി വലം അദ്രി മാ ഹിസാബി, എന്റെ ഹിസാബ് ഞാൻ അറിയാതിരുന്നെങ്കിൽ എത്ര നന്നായി. യാ ലൈതഹാ കാനത്തിൽ ഖാദിയ, ആ മരണം അതോടുകൂടി എല്ലാം തീർന്നിരുന്നെങ്കിൽ എത്ര നന്നായി. ഹലക അന്നി യാ ലൈതഹാ കാനത്തിൽ ഖാദിയ മാ അഗ്നാ അന്നി മാലിയ, എന്റെ സമ്പത്ത് എനിക്ക് ഇവിടെ ഉപകാരപ്പെട്ടില്ലല്ലോ. ഹലക അന്നി സുൽത്താനിയ, എന്റെ അധികാരം നശിച്ചു പോയല്ലോ. അള്ളാഹു പറയും, ഖുദൂഹു, അവനെ പിടിക്കൂ, ഫഗുല്ലൂഹു, അവനെ ബന്ധിക്കൂ, ثم في سلسلة ذرعها 70 ذراعا فاسلكوه, 70 മുഴം നീളമുള്ള ചങ്ങലയിൽ അവനെ കെട്ടിയിടും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മലായികത്തിനോട് കൽപ്പിക്കും. നഊദു ബില്ലാഹ്. അള്ളാഹു ഇതായി കിതാബിനെ കുറിച്ച് പറയുന്നു. ആളുകൾ ഇത് കണ്ട് ഇങ്ങനെ പറയും, വജദു മാ അമിലു ഹാദറ, കൂടാതെ വവജദു, അവർ കാണും, മാ അമിലു, അവർ പ്രവർത്തിച്ചത് എന്താണോ അത് ഹാദിറ, ഹാദിറായി കാണും, ഹാജരായി കാണും. വലാ യദ്ലിമു റബ്ബുക അഹദ, നിന്റെ റബ്ബ് ഒരാളോടും ദുൽമ ചെയ്യുകയില്ല. അള്ളാഹുവിന് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ആരവനോട് ചോദിക്കാനാണ്? നരകക്കാരൻ നരകത്തിലും സ്വർഗക്കാരൻ സ്വർഗത്തിലും ആക്കിയാൽ ആരും റബ്ബിനോട് ചോദിക്കും? ഇല്ല, ഒരാൾ ചോദിക്കാനില്ല. ലിമനിൽ മുൽക്കുൽ യൗം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ഇന്ന് ആർക്കാണ് അധികാരം എന്ന് ചോദിക്കും. മറുപടി എന്താണ്? ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, അൽ വാഹിദുൽ ഖഹാറായ റബ്ബിന് മാത്രം. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ നീതി നടപ്പാക്കും. അവന്റെ അമൽ, നമ്മുടെ വാക്ക് പ്രവൃത്തി രേഖപ്പെടുത്തിയ കിതാബുണ്ടാവും. സാക്ഷി പറയാൻ ആളുകളുണ്ട്, സാക്ഷികളുണ്ട്. ഭൂമി സാക്ഷിയാണ്, കൈകാലുകൾ, കൈ സംസാരിക്കുന്ന കാലുകൾ സാക്ഷിയാണ്, തൊലികൾ സാക്ഷികളാണ്. എന്നു മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അമലുകൾ തൂക്കും, അമലുകൾ തൂക്കി നോക്കും. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ അദിൽ ആണ് നടപ്പാക്കുക. സ്വർഗക്കാർക്കാകട്ടെ അവന്റെ ഫദ്ലാണ് കിട്ടുന്നത്, അവന്റെ ഔദാര്യം. നരകക്കാർക്കാകട്ടെ എല്ലാവർക്കും അല്ലാഹുവിന്റെ അദിലുണ്ട്, നീതി എല്ലാവർക്കും ഉണ്ട്. വലാ യദ്ലിമു റബ്ബുക അഹദ, ഒരാളോടും നിന്റെ റബ്ബ് അനീതി കാണിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചില ഹദീസുകൾ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തുകളുടെ തഫ്സീറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്നിങ്ങനെയാണ് ഇമാം അഹ്മദ് റിവായത്ത് ചെയ്തു, അൻ അനസ് അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലികുല്ലി ഗാദിരിൻ ലിവാഉ യൗമൽ ഖിയാമത്തി യുഅറഫു ബിഹി, അല്ലാഹു അനീതിയോടെ അനുവദിക്കുകയില്ല. ലികുല്ലി ഗാദിരിൻ, എല്ലാ ഗദർ ചെയ്തവനും, വഞ്ചിച്ച് ചതിച്ച് അങ്ങനെയൊക്കെ ചെയ്തവനും, ലിവാഉൻ, അന്നൊരു പ്രത്യേക കൊടി ഉണ്ടാവും. യൗമൽ ഖിയാമ യുഅറഫു ബിഹി, അവനെ തിരിച്ചറിയും, പതാക അവനുണ്ടാവും. നഊദു ബില്ലാഹ്. ഈ ദുനിയാവിൽ മറച്ചു വെച്ചതൊന്നും അവിടെ മറച്ചു വെച്ചതായിരിക്കുകയില്ല, അള്ളാഹു എല്ലാം വെളിപ്പെടുത്തും. അതുപോലെ ഇത് ബുഖാരി മുസ്ലിം റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഹദീസ് വന്നിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുർഫഉ ലികുല്ലി ഖാദിർ ലിവാഉ യൗമൽ ഖിയാമത്തി ഇൻദ ഇസ്തിഹി ബിഖദ്രി ഖദ്റതിഹി, ഓരോരുത്തരുടെയും ചതിക്കനുസരിച്ച് അവന്റെ പിൻഭാഗത്ത്, അവന്റെ സീറ്റിന്റെ ഭാഗത്ത് ഒരു കൊടി ഉണ്ടാകും. എന്നിട്ട് ഇങ്ങനെ പറയും, അവന്റെ ചതിക്കനുസരിച്ച്, ഇതാണ് ഹാദിഹി ഖദ്റതു ഫുലാൻ ഇബ്നു ഫുലാൻ, ഇന്നവനെ ചതിച്ചതാണ് ഇത് എന്ന് പറയപ്പെടും. അത് ജാബിർ റളിയല്ലാഹു അൻഹു, ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു ഹദീസ് കേട്ടു. അബ്ദുല്ലാഹ് ഇബ്നു ഉനൈസ് എന്നു പേരുള്ള ഒരു സഹാബിയാണ് ഇത് നബിയിൽ നിന്ന് റിവായത്ത് ചെയ്തത് എന്ന് അദ്ദേഹം അറിഞ്ഞു. അപ്പൊ ജാബിർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? അബ്ദുല്ലാഹ് ഇബ്നു ഉനൈസ് വളരെ ദൂരെയാണ് ഉള്ളത്, ഷാമിലാണുള്ളത്. അനസ് റളിയല്ലാഹു അൻഹു വേറൊരു നാട്ടിലാണ്. അനസ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഈ ഹദീസ് അബ്ദുല്ലാഹ് ഇബ്നു ഉനൈസിന്റെ അടുത്തുണ്ടെന്ന് കേട്ടപ്പോ ഒരു ഒട്ടകത്തെ വാങ്ങി 1 മാസം യാത്ര ചെയ്തു. എന്നിട്ട് ഷാമിലേക്ക് എത്തി. എന്നിട്ട് അബ്ദുല്ലാഹ് ഇബ്നു ഉനൈസിന്റെ വാതിൽക്കലുണ്ടായ ആളോട് പറഞ്ഞു, ഖുൽ ലഹു ജാബിർ അലൽ ബാബ്, പറയൂ ജാബിർ വന്നു നിൽക്കുന്നു എന്ന് പറയും. ഫഖാല ഇബ്നു അബ്ദുല്ലാഹ്, അദ്ദേഹം ചോദിച്ചു, ആരാണ്? ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് ആണോ? ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു, വളരെ മഹാനായ സഹാബിയാണ്. അപ്പൊ അദ്ദേഹം അതേ എന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹം പുറത്തേക്ക് വന്ന് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് ജാബിർ റളിയല്ലാഹു അൻഹു ചോദിക്കാൻ, ഹദീസുൻ ബലഗനി അൻക,
ഒരു ഹദീസ് നിങ്ങളുണ്ടെന്ന് ഞാൻ കേട്ടു. അന്നക സമിഅതഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഖിസാസ്, പരലോകത്ത് അല്ലാഹു നീതി നടപ്പാക്കുന്നതിനെ കുറിച്ച്, പ്രതിക്രിയ നടപ്പാക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നിങ്ങൾ കേട്ടതായി ഞാൻ അറിഞ്ഞു. ഫഖശീതു അൻ തമൂത ഔ അമൂത ഖബ്ല അൻ അസ്മഅ, ഞാനത് നിങ്ങളിൽ നിന്ന് കേൾക്കുന്നതിന് മുമ്പ് ഒന്നുകിൽ നിങ്ങൾ മരിച്ചു പോകും അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും എന്നത് ഞാൻ ഭയപ്പെടും. ഞാൻ നേരിട്ട് കേൾക്കാൻ വന്നതാണ്. കാരണം ഇസ്നാദ്, സനദിൽ മുകളിലുള്ള സനദ് കിട്ടാൻ അവർ പ്രയത്നിച്ചിരുന്നു എന്നാണ്. കാരണം വേറൊരാളിൽ നിന്ന് കേൾക്കുമ്പോൾ സനദിലുള്ള ഒരാളും കൂടി വന്നല്ലോ. ഇത് നേരിട്ട് കേൾക്കുമ്പോൾ സനദ് കവിയായി, സനദിൽ ആളുകൾ കുറയുന്നതാണ്, സനദ് ബലപ്പെടുമെന്ന്. നേരിട്ട് കേൾക്കാൻ ചെന്നതാണ് റളിയല്ലാഹു അൻഹു. ജാബിർ റളിയല്ലാഹു അൻഹു വേറെ സഹാബിയുടെ അടുത്ത് അബ്ദുല്ലാഹ് ഇബ്നു ഉനൈസ്. അപ്പൊ പറഞ്ഞു, അതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിരിക്കുന്നു. യഹ്ശുറുല്ലാഹു അസ്സ വജല്ല യഹ്ശുറുല്ലാഹു അസ്സ വജല്ല അന്നാസ യൗമൽ ഖിയാമ, അല്ലാഹു ഖിയാമത്ത് നാളിൽ മനുഷ്യരെ ഒരുമിച്ച് കൂട്ടും. ഉറാതൻ ഗുർലൻ ബുഹ്മ, ഉറാതൻ ചെരുപ്പിടാത്ത വസ്ത്രമില്ലാത്തവരായി, ഗുർലൻ പിന്നെ ചലാകർമ്മം ചെയ്യാത്തവരായി, ബുഹ്മൻ. ബുഹ്മൻ എന്നാൽ എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, വമാ ബുഹ്മൻ, എന്താണ് ബുഹ്മൻ? ഖാൽ, പറഞ്ഞു, ലൈസ മഅഹും ഷൈ, കയ്യിൽ ഒന്നുമില്ല. ദുനിയാവിൽ വലിയ സമ്പന്നരായിരിക്കും, ഒരുപാട് ആളുകളും ഒരുപാട് എല്ലാം ഉണ്ടായിരുന്ന ആളുകളായിരിക്കും. ഒന്നും ഖിയാമത്ത് നാളിൽ കാണാനില്ല, ഒന്നുമില്ലാത്തവരായിട്ട്, രണ്ടു കൈയും കാര്യമായിട്ടാണ് വരുന്നത്. ലൈസ മഅഹും ഷൈ ثم يناديهم بصوت, പിന്നെ അതാ അവരെ വിളിക്കും, ബിസൗത്തിൻ, ഒരു ശബ്ദം കൊണ്ട്, യസ്മഉഹു മൻ ബഅദ കമാ യസ്മഉഹു മൻ ഖറബ, അതിൽ ദൂരെയുള്ളവരും ആ ശബ്ദം കേൾക്കും, അടുത്തുള്ളവർ കേൾക്കുന്നത് പോലെ തന്നെ. എന്താണെന്ന് അള്ളാഹു പറയുക, അനൽ മലിക് അനദ്ദയ്യാൻ, അള്ളാഹുവിന്റെ രണ്ട് പേരുകളാണ്, മലിക്, അദ്ദയ്യാൻ. ലാ യൻബഗി ലിഅഹദ്, എന്നിട്ട് അള്ളാഹു പറയും, ലാ യൻബഗി ലിഅഹദിൻ മിൻ അഹ്ലി النار അൻ യദ്ഖുല النار വലഹു ഇൻദ അഹദിൻ മിൻ അഹ്ലി الجنة ഹഖ് ഹത്താ അഖുസ്സഹു മിൻ. നരകത്തിൽ പ്രവേശിക്കുന്ന ഏതെങ്കിലും ഒരുത്തന് സ്വർഗക്കാരന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ, ഞാനത് ഖിസാസ് നടപ്പിലാക്കിയിട്ടല്ലാതെ നരകക്കാരനെ നരകത്തിൽ പ്രവേശിപ്പിക്കുകയില്ല. ولا ينبغي لأحد من أهل الجنة أن يدخل الجنة وله عند رجل من أهل النار حق حتى أقصه منه. സ്വർഗക്കാരന് നരകക്കാരന്റെ പക്കൽ നിന്ന് വല്ലതും കിട്ടാനുണ്ടെങ്കിൽ അത് കിട്ടിയിട്ടല്ലാതെ ഞാൻ സ്വർഗക്കാരനെ സ്വർഗത്തിലാക്കും എന്ന് പറഞ്ഞാൽ ഈ ഹദീസിൽ വ്യക്തമായ സൂചനയുണ്ട്. കുഫാറുകളെ ആകട്ടെ, ഒരാളോടും പാടില്ല. അനീതി, ചതി, വഞ്ചന, ഇത് ഒരാളോടും പാടില്ല. കാഫിറാകട്ടെ, മുശ്രിക്കാകട്ടെ, തെമ്മാടിയാകട്ടെ, പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിസാസ് നടത്തില്ല. അവന് കിട്ടും അല്ലാഹു നീതി. എങ്ങനെയാണ് അല്ലാഹു അവന് എന്താണ് നീതി കൊടുക്കുക? അല്ലാഹു അലം, അല്ലാഹു ഉദ്ദേശിച്ച രൂപത്തിൽ അത് നടപ്പിലാക്കും. അങ്ങനെ ഹത്തല്ലത്തുമ, അല്ലാഹു പറയും ഹത്തല്ലത്തുമ, ഏതുപോലെ എന്തിടപാടാകട്ടെ, സാമ്പത്തികമാകട്ടെ, എന്താകട്ടെ, ഹത്തല്ലത്തുമ, ഒരു ലത്തുമ വരെ, ലത്തുമ ഒരടി പോലും, അടിച്ചിട്ടുള്ള ഒരു അടി പോലും അന്യായമായിട്ട് ഇയാൾ പൊരുത്തപ്പെട്ടിട്ടില്ലെങ്കിൽ ഇയാള് അത് അക്രമത്തിന് വിധേയനായ ആളാണെങ്കിൽ, قال قلنا, ഞങ്ങൾ ചോദിച്ചു നബിയെ, كيف وإنما نأتي الله عز وجل حفاة عراة غرلا بهما, എങ്ങനെയാണ് അല്ലാഹു എന്ത് വെച്ചിട്ടാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തീർക്കുക ഈ ഇടപാടുകളൊക്കെ? നമ്മൾ വസ്ത്രമില്ല, ചേലാകർമ്മം ചെയ്തിട്ടില്ല, അതുപോലെ ചെരുപ്പില്ല, ഒന്നുമില്ലാത്തവരായിട്ടല്ല വരിക, പിന്നെ എന്തുകൊണ്ടാണ് തീർക്കുക? قال നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, بالحسنات والسيئات, بالحسنات والسيئات, നന്മകളും തിന്മകളും കൊണ്ട്. നമ്മുടെ ഖൈർ നമ്മൾ ആരാണോ മുൽമ ചെയ്തത് അവൻ കൊടുക്കേണ്ടി വരും. ഒന്നുമില്ലെങ്കിലോ അവന്റെ ശർറ് ഇങ്ങോട്ടേക്ക് കിട്ടും. അല്ലാഹു പൂർണ്ണമായ നീതി നടപ്പാക്കും. അതുപോലെ ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, ഇന്നൽ ജമ്മാഅ ലതഖ്തസ്സു മിനൽ ഖർനാഇ യൗമൽ ഖിയാമ, കൊമ്പുള്ളത് കൊമ്പില്ലാത്തതിന് ജന്തുക്കൾ, അൻകാരികൾ കുത്തിയിട്ടുണ്ടെങ്കിൽ അല്ലാഹു അതിനു പോലും നീതി ഖിയാമത്ത് നാളിൽ നടപ്പിലാക്കുക തന്നെ ചെയ്യും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വലാ യദ്ലിമു റബ്ബുക അഹദാ. അല്ലാഹു ഖിയാമത്ത് നാളിൽ രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, وإذ قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس كان من الجن ففسق عن أمر ربه أفتتخذونه وذريته أولياء من دوني وهم لكم عدو بئس للظالمين بدلا.
വഇദ് ഖുൽനാ നാം പറഞ്ഞപ്പോൾ ഇദാ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇദാ എന്നത് വരാൻ പോകുന്ന ഒരു കാര്യത്തിനാണ് ഉപയോഗിക്കുക. ഇദാ ജാ വന്നാൽ. എന്നാൽ ഇദ് ജാ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞുപോയ കാലം വന്നപ്പോൾ. വഇദ് ഖുൽനാ നാം പറഞ്ഞപ്പോൾ പറഞ്ഞ സന്ദർഭം ലിൽ മലായികതി മലക്കുകളോട് ഉസ്ജുദു ലി ആദം ആദമിന് നിങ്ങൾ സുജൂദ് ചെയ്യുക. ഫസജദു അപ്പോൾ അവർ സുജൂദ് ചെയ്തു. ഇല്ലാ ഇബ്ലീസ ഇബ്ലീസ് ഒഴികെ കാന അവനായിരുന്നു മിനൽ ജിന്ന് വർഗത്തിൽപ്പെട്ടവനായിരുന്നു. ഫഫസഖ അങ്ങനെ അവൻ ഫിസ്ക് കാണിച്ചു, അഥവാ പുറത്തു കടന്നു, ചെയ്യാതെ പുറത്തേക്ക് പോയി. അൻ അംരി റബ്ബിഹി അവന്റെ റബ്ബിന്റെ കൽപ്പനയിൽ നിന്നവൻ പുറത്തേക്ക് പോയി. അത് ചെയ്ത് പ്രവർത്തിച്ചില്ല, അനുസരിച്ചില്ല. അള്ളാഹു ചോദിക്കുന്നു അഫതത്തഖിദൂനഹു നിങ്ങൾ അവനെ ആക്കി തീർക്കുകയാണോ, അവനെ സ്വീകരിക്കുകയാണോ? വദുർരിയതഹു അവന്റെ മക്കളെയും നിങ്ങൾ സ്വീകരിക്കുകയാണോ? ഔലിയാഅ മിൻ ദൂനി ഔലിയാഅ മിത്രങ്ങളായി മിൻ ദൂനി എനിക്ക് പുറമെ. വഹും ലക്കും അദു വഹും അവരാകട്ടെ, അഥവാ ഇബ്ലീസും അവന്റെ മക്കളുമാകട്ടെ, ലക്കും നിങ്ങൾക്ക് അദു നിങ്ങളുടെ ശത്രുക്കളാണ്. ബിഅസ എത്ര മോശമാണ് ലിദ്ദാലിമീന അക്രമികൾക്ക് കിട്ടിയത് ബദലൻ പകരമായി. അള്ളാഹുവിന് പകരം അക്രമികൾക്ക് വലിയായി കിട്ടിയവർ, ഔലിയായി കിട്ടിയവർ എത്ര മോശമാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിന്റെ തഫ്സീർ പറഞ്ഞു, യഖൂലു തആല അല്ലാഹു പറയുന്നു മുനബ്ബിഹൻ ബനി ആദം ആദമിന്റെ മക്കളെ അഥവാ നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു ചോദിക്കുന്നു, അല്ലാഹു പറയുന്നു അല അദാവതി ഇബ്ലീസ് ലഹും വലി അബീഹിം മിൻ ഖബ്ലിഹി നമ്മോടും നമ്മുടെ ഉപ്പയായ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനോടും ശൈത്താൻ ഇബ്ലീസിനുള്ള അദാവ അവന്റെ ശത്രുത അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തും. അതുപോലെ ശൈത്താനെ ഇബ്ലീസിനെ അവന്റെ ആളുകളെ അവനനുസരിച്ച ആളുകൾ അവരെ അള്ളാഹു ആക്ഷേപിച്ച് ചോദിക്കുകയാണ്. എന്താണ് കാരണം? ശൈത്താൻ അനുസരിക്കുന്ന ആളുകൾ എന്താണ് ചെയ്യുന്നത്? അവന്റെ ഖാലിഖായ അവന്റെ സൃഷ്ടാവായ അവന്റെ എല്ലാ രക്ഷാധികാരിയുമായ റബ്ബിനെ എതിര് പ്രവർത്തിച്ചിട്ട് അല്ലദീ അൻശഅഹു വബ്തദാഹ് റബ്ബാകട്ടെ അവനാണ് മനുഷ്യനെ പടച്ചതും അവനെ വളർത്തിക്കൊണ്ടുവന്നതും അവന്റെ റിസ്ക് ആണ്, അത് തന്നിട്ടാണ് അള്ളാഹു നമ്മെ വളർത്തിക്കൊണ്ടുവന്നത്. എന്നിട്ട് ഇങ്ങനെയൊക്കെ ആയതിനു ശേഷം, ഇതെല്ലാം റബ്ബ് ചെയ്തതിനു ശേഷം അവൻ ഇബ്ലീസിന്റെ വലിയായി അള്ളാഹുവിന്റെ അദുവ ഇബ്ലീസിനോട് അവൻ ബന്ധം ചേർക്കുന്നു, റബ്ബിനോടവൻ ബന്ധം മുറിച്ച് റബ്ബിന്റെ ശത്രുവാകും. ഇങ്ങനെയുള്ള മനുഷ്യനെ അള്ളാഹു ആക്ഷേപിച്ചാണ് ഇത് പറയുന്നത്. നാം മലക്കുകളോട് പറഞ്ഞ സന്ദർഭം സുജൂദി ആദം നിങ്ങൾ ആദമിന് സുജൂദ് ചെയ്യുക. ഇതേത് സുജൂദാണ്? സുജൂദ് തശ്രീഫ് വ തക്രീം വ തഅളീം ആദരവിന്റെ ബഹുമാനത്തിന്റെ സുജൂദാണ്. അത് ആദമിനുള്ള ഇബാദത്തല്ല, മറിച്ച് അള്ളാഹുള്ള ഇബാദത്താണ്. അള്ളാഹ് പറഞ്ഞത് അള്ളാഹുന്റെ കൽപ്പന അനുസരിക്കുന്നു, അത്ര അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുന്നു. അള്ളാഹുന്റെ കൽപ്പന അനുസരിച്ചൊരു കാര്യം ചെയ്യുന്നത് ആർക്കുള്ള ഇബാദത്താണ്? അള്ളാഹുള്ള ഇബാദത്താണ്. അതുകൊണ്ടാണ് ശിർക്ക് അള്ളാഹു കൽപ്പിച്ചിട്ടില്ല. മാ അൻസല അല്ലാഹു ബിഹാ മിൻ സുൽത്താൻ. അള്ളാഹു ശിർക്കിനെ കുറിച്ച് പറഞ്ഞ എന്താ? അള്ളാഹു അതിനൊരു തെളിവ് ഇറക്കിയിട്ടില്ല. അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യാൻ അള്ളാഹു അത് പഠിപ്പിച്ചിട്ടില്ല, അള്ളാഹു അത് പറഞ്ഞിട്ടില്ല. മഖ്ലൂഖിനെ ഇബാദത്ത് ചെയ്യാൻ അള്ളാഹു പറയുകയില്ല. ആദമിന് സുജൂദ് ചെയ്ത സുജൂദ് അത് ആദമിനുള്ള ഇബാദത്തല്ല, റബ്ബിനുള്ള ഇബാദത്താണ്. കാരണം റബ്ബിന്റെ കൽപ്പന നടപ്പിലാക്കുക. ഏതുപോലെ? നമ്മൾ കഅബ തവാഫ് ചെയ്യുന്നത് പോലെ, ഹജറുൽ അസ്വദ് ചുംബിക്കുന്നത് പോലെ ഒക്കെ അല്ലാഹുള്ള ഇബാദത്താണ്. ഹജറിനുള്ള ഇബാദത്തല്ല, കഅബക്കുള്ള ഇബാദത്തല്ല. കാരണം ഇത് റബ്ബ് കൽപ്പിച്ചതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹജറുൽ അസ്വദ് ചുംബിച്ചുകൊണ്ട് പറഞ്ഞ പ്രസിദ്ധമായ വാക്കുകൾ പോലെ ഉമർ ആളുകളെ കേൾപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അഅലം ഇന്നക ഹജർ, എനിക്കറിയാം നീ ഒരു കല്ലാണ്. ലാ തദുർ വലാ തൻഫഅ, ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ നിനക്ക് സാധിക്കുകയില്ല.
വലൗല അന്നി റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലുക മാ ഖബ്ബൽതുക. അല്ലാഹുവിന്റെ റസൂൽ നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ ചുംബിക്കുമായിരുന്നു എന്നതുപോലെ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് തശ്രീഫിന്റെ ഇക്റാമിന്റെ സുജൂദ് ചെയ്യാൻ അള്ളാഹു മലായികത്തിനോട് കൽപ്പിച്ചു. അതെന്തിനു വേണ്ടിയാണ്? അള്ളാഹുള്ള ഇബാദത്താണ്. അത് മാത്രമല്ല, ആദമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇൽമു കൊണ്ട് ഉയർത്തി, എന്നിട്ടാണ് സുജൂദ് ചെയ്യാൻ പറഞ്ഞത്. വഅല്ലമ ആദമ അൽഅസ്മാഅ കുല്ലഹാ സുമ്മ അറദഹും അലൽ മലായിക ഫഖാല അംബിഉനി ബിഅസ്മാഇ ഹൗലാഇ ഇൻ കുൻതും സാദിഖീൻ. അള്ളാഹു ആദമിന് പല ഇൽമും പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് മലായികത്തിനോട് ചോദിച്ചു, ഈ പേരുകൾ എനിക്ക് പറഞ്ഞു തരും. ഖാലൂ സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. അവർ പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല, നീ പഠിപ്പിച്ചു തന്നല്ലാതെ ഞങ്ങൾക്കറിയില്ല. അപ്പോഴാണ് അള്ളാഹു മലക്കുകളോട് പറഞ്ഞത്, എന്ത്? ആദമിന് സുജൂദ് ചെയ്യും. അല്ല, ഇൽമു കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദമിനെ ഉയർത്തിയതാണ്. അതുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, മലക്കുകൾ ആ ഓർമ്മ പുതുക്കുന്നത് പോലെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, വഇന്നൽ മലായികത ലതദഉ അജ്നിഹതഹാ റിദൻ ലിതാലിബിൽ ഇൽമി. ഇൽമു പഠിക്കുന്നവന് മലായികത്ത് അവരുടെ ചിറക് വിടർത്തി കൊടുക്കും. ഇത് പഴയ ഓർമ്മ പുതുക്കലാണെന്ന് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാൻ അള്ളാഹു പറഞ്ഞതിന്റെ ഓർമ്മ പുതുക്കൽ എന്നതുപോലെ. അതാണ് ഇൽമിന്റെ ഫദ്ൽ. അള്ളാഹുവിന്റെ കിതാബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും ഇസ്ലാമിക വിജ്ഞാനങ്ങളും പഠിക്കുന്നതിന്റെ ശ്രേഷ്ഠത അതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മലായികത്തിന് സുജൂദ് ചെയ്യാൻ ഈ ഇബ്ലീസിനോട് പറഞ്ഞു. ഫസജദു ഇല്ല ഇബ്ലീസ് കാന മിനൽ ജിൻ. ഈ ആയത്തിൽ അള്ളാഹു വ്യക്തമാക്കിയിരിക്കുന്നു അവൻ ഏത് വർഗത്തിൽപ്പെട്ടവനാണ്. അവൻ ജിന്ന് വർഗത്തിൽപ്പെട്ടവനാണ്. ഹസൻ ബസ്രി ഇബ്നു കസീർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് അദ്ദേഹം ഇവിടെ കൊണ്ടുവന്നു. സഹീഹുൽ ബുഖാരിയിലും സഹീഹ് മുസ്ലിമിൽ ആയിഷ റളിയല്ലാഹു അൻഹ റിവായത്ത് ചെയ്ത, മുസ്ലിമിലാണ്, ബുഖാരിയിലല്ല, ഒരു ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുലിഖത്തുൽ മലായികതു മിൻ നൂർ وخلق إبليس من مارج من نار وخلق آدم مما وصف له. മലായികത്ത് പടക്കപ്പെട്ടത്, അള്ളാഹു മലക്കുകളെ സൃഷ്ടിച്ചത് മിൻ നൂർ, പ്രകാശത്തിൽ നിന്ന്. വഖുലിഖ ഇബ്ലീസ്, ഇബ്ലീസ് പടക്കപ്പെട്ടത് മിൻ മാരിജിൻ മിൻ നാർ, തീയിന്റെ ഒരു മാരിജിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അതിന്റെ പുകയുടെ ഇരുട്ടുണ്ടല്ലോ, പുകയുടെ കറുത്ത നിറം, ആ തീയിൽ നിന്ന്, അതടങ്ങുന്ന തീയിൽ നിന്ന് ആണ് അള്ളാഹു ഇബ്ലീസിനെ പഠിച്ചത്. ആദം ആദമാകട്ടെ അള്ളാഹു നിങ്ങൾക്ക് പറഞ്ഞു തന്ന അതിൽ നിന്നാണ് അള്ളാഹു ആദമിനെ പഠിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്താണ് അള്ളാഹുക്ക് പറഞ്ഞത്? ആദമിനെ അള്ളാഹു മണ്ണിൽ നിന്ന് ആണ് സൃഷ്ടിച്ചത് എന്ന്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ നമുക്ക് വ്യക്തമാണ്, ഇബ്ലീസിനെ അള്ളാഹു പഠിച്ചത് മലായികത്തിനെ പഠിച്ചത് കൊണ്ടല്ല, നൂറിൽ നിന്നല്ല, ഇബ്ലീസ് എന്ന് തന്നെ ഈ ഹദീസിൽ വന്നിട്ടുണ്ട്. പക്ഷേ അവൻ മലായികത്തിന്റെ കൂടെയായിരുന്നു. വദാലിക ഇബ്നു കസീർ പറയുന്നു, വദാലിക അന്നഹു കാന ഖദ് തവസ്സമ ബിഅഫ്ആലിൽ മലായിക. മലായികത്തിന്റെ അതേ പ്രവർത്തനങ്ങൾ അവൻ ചെയ്തിരുന്നു, റബ്ബിനെ ഇബാദത്ത് ചെയ്തിരുന്നു. തശബ്ബഹ ബിഹിം, അവരെ പോലെ കഴിഞ്ഞിരുന്നു. വതഅബ്ബദ വതനസ്സക്, അവർ ഇബാദത്ത് ചെയ്യുന്നത് പോലെ അവൻ സദാസമയവും റബ്ബിനെ ഇബാദത്ത് ചെയ്തിരുന്നു. ഫലിഹാദാ ദഖല ഫീ ഖിതാബിഹിം, അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മലായികത്തിനോട് പറഞ്ഞപ്പോൾ അവർ സുജൂദ് ചെയ്തു, ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല. അഭിസംബോധനയിൽ അവനെ കൂടി അല്ലാഹു കൂട്ടി പറഞ്ഞത് അതുകൊണ്ടാണ്, കാരണം അവരുടെ കൂടെ അവൻ കഴിഞ്ഞിരുന്നു. പക്ഷേ വഅസാബിൽ മുഖാലഫ, അവൻ എതിര് പ്രവർത്തിച്ചപ്പോൾ അവനത് അധികാരിയായി. അള്ളാഹു അവന്റെ രൂപം തന്നെ മാറ്റിക്കളഞ്ഞു. നഊദു ബില്ലാഹ്, അള്ളാഹു അവന്റെ രൂപം ഏറ്റവും മോശമാക്കി കളഞ്ഞു. ഏറ്റവും മുന്തിയ പദവിയിൽ നിന്ന് അള്ളാഹു അതാ മാസിയത്ത് കൊണ്ടവനെ ഏറ്റവും വൃത്തികെട്ടവനാക്കി കളഞ്ഞു. മാസിയത്തിന് അത്ര വലിയ അപകടങ്ങളുണ്ടെന്നാണ്. അള്ളാഹുവിനെ ധിക്കരിക്കുക എന്നതിന് ഒരുപാട് ഷർറ്, ഒരുപാട് ഫലങ്ങളെ നമ്മുടെ ജീവിതത്തിൽ അത് വരുത്തിക്കളയും. ഒരുപാട് മൻസിൽ നമ്മളെ താഴ്ത്തിക്കളയും അള്ളാഹുവിനെ ധിക്കരിക്കുക എന്നത്. നഊദു ബില്ലാഹ്. ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് താബിഈയാണ്. അദ്ദേഹം പറഞ്ഞു, മാ കാന ഇബ്ലീസു മിനൽ മലായികതി തർഫത ഐനിൻ ഖത്ത്. ഇബ്ലീസ് ഒരിക്കൽ പോലും മലക്കുകളുടെ കൂട്ടത്തിലായിരുന്നില്ല, മലക്കായിരുന്നില്ല. തർഫത്തായി, ഒരു കണ്ണിമ ഒട്ടുന്ന നേരത്തേക്ക് പോലും ഇബ്ലീസ് മലക്കായിരുന്നില്ല. വഇന്നഹു ലഅസ്ലുൽ ജിൻ, മറിച്ചവനാരാണ്? ജിന്നിന്റെ അസ്ലവനാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യവർഗത്തിന്റെ ഇവിടെ ജിന്ന് വർഗമുണ്ട്. ജിന്ന് വർഗത്തിന്റെ ഏറ്റവും മുകളിലുള്ളത് ആരാണെന്ന് ചോദിച്ചാൽ ഇബ്ലീസാണ്. കമാ അന്ന ആദമ അലൈഹിസ്സലാം അസ്ലുൽ ബശർ,
ഏതുപോലെ മനുഷ്യരുടെ അസുൽ ആരാണ്, പൂർവ്വപിതാവ് ആരാണ്, ആദം അലൈഹി സ്വലാത്തു വസ്സലാം. എന്നതുപോലെ ജിന്നു വർഗത്തിന്റെ അസുൽ ഇബ്ലീസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ അവന്റെ മഅസിയത്ത് കൊണ്ട് മോശമാക്കി കളഞ്ഞു. പക്ഷെ അവന്റെ മഅസിയ അത് വെറും മഅസിയത്തായിരുന്നില്ല, അവന്റെ ധിക്കാരം വെറും ധിക്കാരമല്ല. മറിച്ച് അല്ലാഹു പറഞ്ഞത് അബാ വസ്തക്ബറ, അവൻ തിരിഞ്ഞു കളഞ്ഞു, കിബ്ർ നടിച്ചു. അവൻ പറഞ്ഞു ഖാല ഖൈറുൻ മിൻഹു ഖലഖ്തഹു മിൻ തീൻ വഖലഖ്തനി മിൻ നാരി വഖലഖ്തഹു മിൻ തീൻ. എന്നെ നീ തീ കൊണ്ടാണ് പഠിച്ചത്, അവനെ നീ മണ്ണ് കൊണ്ടാണ് പഠിച്ചത് എന്ന് അവൻ കിബ്ർ നടിച്ചു. അതുകൊണ്ടാണ് സുബ്ഹാനല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്ന് റിവായത്ത് കാണാം, വഇൻ കാനത് ഖതീഅതു റജുലി ഫീ കിബ്രിൻ ഫലാ തർജു. ഒരു മനുഷ്യൻ അവന്റെ ധിക്കാരം അവൻ പ്രവർത്തിച്ചവന്റെ കിബ്ർ കൊണ്ടാണെങ്കിൽ ഫലാ തർജു, പിന്നെ നീ അവനിൽ പ്രതീക്ഷ വെക്കണ്ട. കാരണം നന്നാവാൻ സുബ്ഹാനല്ലാഹ് വളരെ സാധ്യത കുറവാണ്. എന്നാൽ വഇദാ കാനത് ഫീ മഅസിയ, അവൻ അബദ്ധം പറ്റി മഅസിയത്ത് അല്ലാഹു ധിക്കരിക്കാൻ അവൻ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് അവന് പറ്റിപ്പോയാൽ ഫർജു, അവനക്ക് പ്രതീക്ഷ വെക്കാം. അപ്പൊ കിബ്ർ അതിന്റെ അപകടം ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് ചോദിച്ചു, നബിയെ ഞാൻ നല്ല വസ്ത്രം ഇഷ്ടപ്പെടുന്നത്, നല്ല ചെരുപ്പ് ധരിക്കുന്നതും ഒക്കെ കിബ്റാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ കിബ്റു ബത്റുൽ ഹഖ് വഗംതുൻ നാസ്. കിബ്ർ എന്നാൽ ഹക്ക് തള്ളിക്കളയലാണ്, ജനങ്ങളെ നിസാരരാക്കലുമാണ്. എത്ര ആളുകളിൽ നിന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു, അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവന്റെ കിബ്ർ അത് സ്വീകരിക്കാൻ സമ്മതിക്കുന്നില്ല. നമ്മളിതുവരെ കേട്ടിട്ടില്ലല്ലോ എന്നാണ് ചില ആളുകൾ ചോദിക്കുന്നത്. ആ വാക്ക് എത്ര അപകടം പിടിച്ചതാണ്. കാരണം അതിന്റെ അർത്ഥം എന്താണ്? ദീനിലെല്ലാം കേട്ടിട്ടുണ്ടെന്നാണ്. അവൻ കേൾക്കാത്തൊന്നും ദീനില്ല. അങ്ങനെ ഒരാൾ ചിന്തിച്ചാൽ പിന്നെ അവനൊന്നും പഠിക്കൂല. ജാഹിലായി ജീവിച്ച് ജാഹിലായി മരിക്കലായിരിക്കും ഭാവി. ഒരിക്കലും പറയാൻ പാടില്ല. നമ്മൾ ഇതുവരെ കേൾക്കാത്തത് അള്ളാഹുവിന്റെ ദീനിൽ ഉണ്ടെന്ന് കേട്ടാൽ അത് പഠിക്കുക. അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുക. അള്ളാഹു പറഞ്ഞു, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് കേട്ടാൽ ഇന്നമാ കാന ഖൗലുൽ മുഅ്മിനീന ഇദാ ദുഊ ഇലല്ലാഹി വറസൂലിഹി അൻ യഖൂലു സമിഅനാ വഅതഅനാ. മുഅ്മിനുകളുടെ ഖൗൽ സമിഅനാ വഅതഅനാ, കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു എന്ന് മാത്രമായിരിക്കണം. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. അള്ളാഹു പറഞ്ഞു ഫലാ വറബ്ബിക, നിന്റെ റബ്ബ് തന്നെ സത്യം. അള്ളാഹു ഖുർആനിൽ ഇങ്ങനെ വേറെ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കണം നമ്മൾ. നിന്റെ റബ്ബാണ് സത്യം. ലാ യുഅ്മിനൂൻ, അവർ മുഅ്മിനുകളാവുകയില്ല. ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായ കാര്യത്തിൽ നബിയെ അങ്ങേ അവർ വിധികർത്താവാക്കുന്നതുവരെ. ഒരു കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൗലിദ, സഹിഹായ സനദിലൂടെ വന്ന റസൂലുള്ളാഹിന്റെ വാക്കിദ എന്ന് പറഞ്ഞാൽ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവൻ മുഅ്മിനല്ല. ثم لا يجدوا في انفسهم حرجا مما قضيت, പിന്നെ നീ തീർപ്പ് കൽപ്പിച്ച വിഷയത്തിൽ അവരുടെ കൽബിൽ ഒരു വിഷമവും തോന്നാതെ വയുസല്ലിമു തസ്ലീമ, പൂർണ്ണമായി ഇതിന് കീഴ്പ്പെട്ടാലല്ലാതെ അവർ മുഅ്മിനാവുകയില്ല. അതാണ് അഹ്ലുസുന്നയുടെയും അഹ്ലുൽ ബിദ്അയുടെയും വ്യത്യാസം. അഹ്ലുസുന്ന അവരുടെ പ്രത്യേകത എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നൊരു ഹദീസ് അവർക്ക് കിട്ടിയാൽ അവരിതുവരെ, അവൻ 60 വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അതുവരെ ചെയ്തതിനെതിരാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് കിട്ടിയാൽ സന്തോഷിക്കും. അൽഹംദുലില്ലാ, നമുക്ക് കാര്യം മനസ്സിലായല്ലോ എന്ന് പറയും. അഹ്ലുൽ ബിദ്അ അവരുടെ പ്രത്യേകത എന്താണ്? അവർ ചെയ്യുന്നതിനെതിരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് കൊണ്ട് കൊടുത്തോക്കി അവന് ദേഷ്യം പിടിക്കും, അവൻ പിടിക്കൂല. അതാണ് അഹ്ലുൽ ബിദ്അയുടെ പല ലക്ഷണങ്ങളിലും. അഹ്ലുസുന്നയുടെ ലക്ഷണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് കിട്ടിയാൽ സന്തോഷിക്കും. ഒരു സുന്നത്തിന്റെ ആളുകളാണ്, ഒരു ഹദീസിന്റെ ആളുകളാണ്. രക്ഷപ്പെടുന്ന കക്ഷി എന്നാൽ അതാരാണ്? അഹ്ലുൽ ഹദീസ്, ഹദീസിന്റെ ആളുകളാണ് അവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്ന അത് എവിടെ നിന്നോ അവിടെ നിൽക്കുന്ന ആളുകളാണ് അവർ. അള്ളാഹു നമ്മെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇബ്ലീസിന്റെ കിബ്ർ അത് സുബ്ഹാനല്ലാഹ് അവനെ നിന്ദനാക്കി കളഞ്ഞു. ഫഫസഖ അൻ അംരി റബ്ബിഹി, അള്ളാഹു പറയുന്നു ഫഫസഖ അൻ അംരി റബ്ബിഹി, അവന്റെ റബ്ബിന്റെ കൽപ്പനയിൽ അവൻ ഫിസ്ക് കാണിച്ചു. ഫിസ്ക് എന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? ഖറജ അൻ തഅത്തില്ലാഹ്, അള്ളാഹുവിന്റെ തഅത്തിൽ നിന്ന് പുറത്തുപോയി. അതുകൊണ്ടാണ് എലി അതിന്റെ ഹുജറിൽ, അതിന്റെ കൂടിൽ നിന്ന് ഇദാ ഖറജത് മിൻഹു ലിൽ ഐതി വൽ ഫസാദ്
കുഴപ്പമുണ്ടാക്കാനും എലി വളരെ ഫസാദ് ഉണ്ടാക്കുന്ന ഒരു ജന്തുവാണ്. അതുകൊണ്ടാണ് ഹറമിന്റെ നടുവിൽ വെച്ച് കണ്ടാലും കൊല്ലണം എന്നാണ്. അവിടെ പല ജന്തുക്കളെയും കൊല്ലാൻ പാടില്ല, പക്ഷെ ഇതിനെ കൊല്ലണം. അങ്ങനത്തെ ഒരു ജന്തുവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫുവൈസിഖ് എന്നാണ് ഇതിനെ വിളിച്ചു, ചെറിയ ഫാസിഖ്. അത് അതിന്റെ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വാക്കിന് അതിന് അറബിലെന്ത് പറയും? ഫസഖ, പുറത്തേക്ക് പോകും. അതാണ് ഫിസ്ഖ്, അള്ളാഹുവിന്റെ കൽപ്പനയിൽ നിന്ന് പുറത്തു പോവുക. ഫഫസഖ അൻ അംരി റബ്ബിഹ്, അള്ളാഹു ചോദിക്കുന്നു അഫതത്തഖിദൂനഹു, അവനെ നിങ്ങൾ സ്വീകരിക്കുകയാണോ, വദുർരിയതഹു, അവന്റെ മക്കളെയും, ഔലിയാ മിൻ ദൂനി, എനിക്ക് പുറമെ മിത്രങ്ങളായി, വഹും ലക്കും അദു, അവരാകട്ടെ നിങ്ങളുടെ ശത്രുക്കളാണ്. ബിഅസൽ ളാലിമീന ബദല, അക്രമികൾക്ക് എത്ര മോശക്കാരാണ് പകരം കിട്ടിയത് എന്ന് പറഞ്ഞാൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഒരു നാട്ടിൽ ഒരു മലിക്കുണ്ട്, ഒരു രാജാവ്, വളരെ ശക്തനായ രാജാവാണ്. ആ രാജാവിന് ഒരു ശത്രുവുണ്ട്. രാജാവ് അയാളെ ശത്രുവായിട്ട് പ്രഖ്യാപിച്ചു. ആ നാട്ടിലെ ഒരാൾ ഇയാളുമായിട്ട്, രാജാവിന്റെ ശത്രുവുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കും. ഇയാളായിട്ട് നല്ല ബന്ധം, അയാൾ ഇയാളുടെ ആളാണ്. എന്തായിരിക്കും ആ മലിക് ഇയാളുള്ള നിലപാട് എന്തായിരിക്കും നോക്കണം. ഈ മലിക്കിന്റെ ശത്രുവാണ് ഇയാൾ. ഇയാളുടെ ഈ പ്രജകളിൽപ്പെട്ട ഇയാളുടെ ശത്രുവല്ല, മലിക്കിന്റെ ശത്രു എന്നത് തന്നെ മതി ഇയാളുടെ ശത്രുവാകാൻ. മാലിക്കുൽ മുൽക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ പറയുന്നു അദുവി വഅദുവക്കും, അവന്റെ ശത്രുവാണ് ഇബ്ലീസ്. അത് തന്നെ മതി യഥാർത്ഥത്തിൽ നമുക്ക് അവനോട് ശത്രുത ഉണ്ടാകട്ടെ. നമുക്കെല്ലാം തരുന്ന നമ്മുടെ റബ്ബ് സുബ്ഹാനഹു വ തആല, നമ്മെ സ്വർഗത്തിലാക്കേണ്ട നമ്മുടെ റബ്ബ് അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ ശത്രുവാണ് എന്നത് തന്നെ മതി ശൈത്താൻ നമ്മൾ ധിക്കരിക്കാൻ, അവനുമായി നമ്മൾ അകലം പാലിക്കാൻ. അത് മാത്രം മതി. പക്ഷെ അവൻ അങ്ങനെ മാത്രമല്ല, അവൻ നമ്മുടെ ശത്രുവാണ്. അള്ളാന്റെ ശത്രു മാത്രമല്ല, അവൻ നമ്മുടെ ശത്രു മാത്രമല്ല. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഈ ആയത്തിൽ ഒരു ലത്തീഫത്തായ ഒരു കാര്യമുണ്ട്. ലത്തീഫത്തായ ഒരു കാര്യം, അതായത് വളരെ ചിന്തിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറയുന്നു, ഇബ്ലീസിനോട് അള്ളാഹ്ക്കുണ്ടായ അദാവത്തിന്റെ, അള്ളാഹിനുണ്ടായ ശത്രുതയുടെ കാരണം എന്താണ് യഥാർത്ഥത്തിൽ? അത് നമ്മുടെ ഉപ്പയുമായി ബന്ധപ്പെട്ടതാണ്. ആദം അലൈഹി സ്വലാത്തു വസ്സലാം, അതുമായിട്ട് ബന്ധപ്പെട്ട ഇടപാടിലാണ് അള്ളാഹുവിന്റെ അദാവത്തുണ്ടായത്, ശത്രുത ഉണ്ടായത് ഇബ്ലീസ്. എന്നിട്ട് നമ്മളങ്ങനെ ആ ഇബ്ലീസിന്റെ വലിയകളായി മാറും. സുബ്ഹാനല്ലാഹ്, അത് വ്യക്തമായ നന്ദി വേണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ നമ്മുടെ ശത്രുവാണെന്ന് പറഞ്ഞു. ഫത്തഖിദൂഹു അദുവ, അവൻ നിങ്ങൾ ശത്രുവായി സ്വീകരിക്കുക. അവന്റെ കുതന്ത്രങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അവന്റെ തന്ത്രങ്ങൾ, ഇന്നഹു യറാക്കും ഹുവ വഖബീലുഹു മിൻ ഹൈഥു ലാ തറൗനഹു, അവന്റെ കൂട്ടാളികൾ അവർ നിങ്ങളെ കാണുന്നു, നിങ്ങൾ അവരെ കാണാതെ. അള്ളാഹു പറഞ്ഞ അവന് കുതിരപ്പടയാളികളുണ്ട്. നിന്റെ കാലാൾപ്പട കൊണ്ടും നിന്റെ കുതിരപ്പട കൊണ്ടും ഒക്കെ നീ ചെന്നോളൂ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ശൈത്താനോട് പറഞ്ഞു. അപ്പോ അവനുമായുള്ള യുദ്ധത്തിലാണ് നമ്മളുള്ളത്. ഈ ജീവിതം മുഴുവൻ അങ്ങനെ. അവൻ മനുഷ്യൻ ജനിച്ചു വീണത് മുതൽ ശൈത്താന്റെ ശത്രുത തുടങ്ങും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓരോ കുഞ്ഞും ജനിച്ചു വീഴുമ്പോൾ ശൈത്താൻ അവൻ കുത്തും ആ കുഞ്ഞിനെ. അതുകൊണ്ടാണ് ഓരോ കുട്ടിയും കരയുന്നത്. എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ബുഖാരിയും മുസ്ലിമും റിവായത്ത് ചെയ്ത ഹദീസാണ്. ഇല്ലാ മറിയം വബ്ന, മറിയമും മറിയമിന്റെ മകനും കൂടി ഈസ അലൈഹി സ്വലാത്തു വസ്സലാം, ഈ രണ്ടുപേർക്ക് ആ കുത്തു കിട്ടിയിട്ടില്ല. കാരണം ഉമ്മ ദുആ ചെയ്തു, ഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ് ശൈത്താനിർ റജീം. മറിയമിന്റെ ഉമ്മ അല്ലാഹുവോട് ദുആ ചെയ്തു, ദുആ അല്ലാഹു സ്വീകരിച്ചില്ല, ആ കുത്തു കിട്ടിയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അന്നും ആ സമയത്ത് മുതൽ ശൈത്താന്റെ ശത്രുതയാണ്. അവസാനിക്കുന്നത് വരെ റൂഹ് പോകുന്നത് വരെ. ചില പണ്ഡിതന്മാർ പറഞ്ഞു, ചില അസറുകളിൽ വന്നിട്ടുണ്ട്, മുൻഗാമികളിൽ നിന്ന് ചില അസറുകളിൽ വന്നിട്ടുണ്ട്, മനുഷ്യൻ മരിക്കാൻ നിൽക്കുമ്പോൾ ശൈത്താൻ അവന്റെ സകല സന്നാഹങ്ങളുമായി വരുമെന്നാണ്. എല്ലാ സന്നാഹങ്ങളുമായി വരും. എന്തിനാണ്? എന്നിട്ട് അവരോട് പറയും, നസറാനിയായിക്കോ, യഹൂദിയാവും എന്ന് പറയുമെന്നാണ്. അവന്റെ സകല കഴിവും പുറത്തെടുത്തിട്ടോ സംശയമില്ലല്ലോ. കാരണം ആ സമയത്ത് കിട്ടിയാൽ പിന്നെ വേറൊന്നും ആവശ്യമില്ല, ഇവനെ കിട്ടിയിരിക്കും, ഇവനെ നരകത്തിലേക്ക് കിട്ടിയിരിക്കും. നരകത്തിന്റെ ആളാകാൻ വേണ്ടി മാത്രമാണ് ശൈത്താൻ അവന്റെ ഹിസ്ബിനെ, അവന്റെ സൈന്യത്തെ ക്ഷണിക്കുന്നത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, മനുഷ്യ ആ സമയത്ത് അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്തണമെങ്കിൽ നീ നിന്റെ ജീവിതം നന്നാക്കണം.
കാരണം നിനക്ക് നല്ല കൂവത്തുള്ള സമയത്ത് നിന്റെ കൽബിനും നിന്റെ ശരീരത്തിനും കൂവത്തുള്ള സമയത്ത് ശൈത്താന്റെ കെണിയിൽ നിന്ന് നീ രക്ഷപ്പെട്ടാലല്ലാതെ നിന്റെ കൽബും നിന്റെ ശരീരമെല്ലാം തളരുന്ന സമയമാണ് നീ മരിക്കുന്ന സമയം. ആ സമയത്ത് നിനക്ക് രക്ഷപ്പെടാൻ കഴിയും. ആ സമയത്ത് നീ കൂവത്തുള്ള സമയത്ത് നീ രക്ഷപ്പെട്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. അല്ലാഹു ശക്തമായ വാക്കുകൊണ്ട് നിന്നെ ആ സമയത്ത് പിടിച്ചു നിർത്തും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരെങ്കിലും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ അവൻ സ്വർഗ്ഗത്തിലാണ്. എന്നാൽ ജീവിതത്തിൽ ഹയാത്തിൽ അവന്റെ ജീവിതം അങ്ങനെയല്ലെങ്കിൽ അവനത് പറയാൻ സാധിക്കുകയില്ല. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് അദ്ദേഹം മരണവും അതിനുശേഷമുള്ള കാര്യങ്ങളും മാത്രം വിശദീകരിക്കുന്ന അദ്ദേഹത്തിന് ഒരു കിതാബുണ്ട്, തദ്കിറ എന്ന കിതാബ്. അദ്ദേഹം പറഞ്ഞു എത്രയോ ആളുകളുണ്ട് അവർ മരിക്കാൻ കിടക്കും ആളുകൾ അവരോട് ചെന്ന് പറഞ്ഞു ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും. അപ്പൊ അവര് പറയും ലാ അസ്തതിയ, എനിക്ക് കഴിയുന്നില്ല. അത് പറയാൻ അവന് സാധിക്കുന്നുണ്ട്. പക്ഷേ കലിമത്തു ഷഹാദ അവന്റെ നാവിലൂടെ വരുന്നു. ചില ആളുകൾ അവർ ചീട്ട് കളിക്കാനായിരുന്നു. അപ്പൊ അവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ പറയുമ്പോൾ അവൻ ചീട്ട് കളിക്കുമ്പോൾ പറഞ്ഞിരുന്ന ചില വാക്കുകൾ ആവർത്തിച്ച് പറയും. ചില കളികളിൽ ചില വാക്കുകളുണ്ടല്ലോ, അത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. ചില കളികളിൽ ചില പ്രത്യേക വാക്ക് അവൻ അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ചില ആളുകൾ അവൻ കച്ചവടത്തിൽ മുഴുകി ജീവിച്ചവനായിരുന്നു. അള്ളാന്റെ ദീൻ മറന്ന് കച്ചവടം ചെയ്തവനായിരുന്നു. നിസ്കാരമില്ല, ജമാഅത്തില്ല. അവൻ മരിക്കാൻ കിടക്കുമ്പോൾ അവനോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോ അവൻ പറയാണത്ര ഇതാ അത് റഖീസ, ഇത് നല്ല ചെറിയ വിലക്കുള്ളതാണ്, ഇത് നല്ല മുന്തിയതാണ് എന്ന വാക്ക് അവൻ പറയുകയാണ്. അഊദു ബില്ലാഹ്, അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. എന്നാൽ എത്രയോ നല്ലവരായ ആളുകൾ സിറിലും അലാനിയത്തിലും റബ്ബിനെ സൂക്ഷിച്ച ആളുകൾ, രഹസ്യത്തിലും പരസ്യത്തിലും റബ്ബിനെ സൂക്ഷിച്ചിട്ടുള്ള ആളുകൾ അള്ളാഹു അവരുടെ മരണം ഒരിക്കലും ചരിത്രത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ മരണം മോശമാക്കിയിട്ടില്ല. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമുക്ക് നമ്മുടെ ആഖിബ അന്ത്യം നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു മാ അശ്ഹദ്തുഹും ഖൽഖസ് സമാവാതി വൽ അർദി വലാ ഖൽഖ അൻഫുസിഹിം വമാ കുൻതു മുത്തഖിദൽ മുദ്ലിന അദുദ ويوم يقول نادوا شركائي الذين زعمتم فدعوهم فلم يستجيبوا لهم وجعلنا بينهم موبقا ورأى المجرمون النار فظنوا أنهم مواقعوها ولم يجدوا عنها مصرفا ما أشهدتهم നാം സാക്ഷിയാക്കിയിട്ടില്ല, ഞാൻ സാക്ഷിയാക്കിയിട്ടില്ല അവരെ, അഥവാ ശൈത്താന്മാരെ, ഇബ്ലീസിനെയും അവന്റെ മക്കളെ. خلق السماوات والأرض خلق السماوات والأرض ആകാശങ്ങളുടെ പടപ്പിൽ, വൽ അർദ് ഭൂമിയുടെ സൃഷ്ടിപ്പിൽ, ഇതിലൊന്നിലും നാം അവരെ സാക്ഷിയാക്കിയിട്ടില്ല. വല ഖൽഖ അൻഫുസിഹിം അവരുടെ തന്നെ സൃഷ്ടിപ്പിലും. വമാ കുൻതു ഞാനല്ല മുത്തഖിദൽ സ്വീകരിക്കുന്നവനല്ല അൽ മുദില്ലീന വഴിതെറ്റിക്കുന്നവരെ അബുദൻ സഹായിയായി. ഈ വഴിതെറ്റിക്കുന്നവരെ അള്ളാഹുവിന് ഒരു സഹായിയുമില്ല, അള്ളാഹുവിന് ഒരു ശരീക്കുമില്ല. പിന്നെയാണ് ഈ ശൈത്താന്മാരെ അള്ളാഹു അവന്റെ സഹായിയായി സ്വീകരിക്കുക? ഇല്ല. മാ അശ്ഹദ്തുഹു ഖൽഖസ് സമാവാതി വൽ അർദി വലാ ഖൽഖ അൻഫുസിഹിം വമാ കുൻതു മുത്തഖിദൽ മുദില്ലീന അബുദ. ഇബ്നു കസീർ പറയുന്നു ഹൗലാഇ അല്ലദീന ഇത്തഖദ്തുമൂഹും ഔലിയാ മിൻ ദൂനി അബീദുൻ അംസാലുഹും. നിങ്ങൾ അള്ളാഹുവിന് പുറമെ ഔലിയാ ആയി സ്വീകരിച്ച ആളുകൾ അബീദുൻ അടിമകളാണ്, അംസാലുക്കും നിങ്ങളെ പോലെ. ലാ യംലികൂന ശൈആ ഒന്നിന്റെയും മിൽക്ക് അവരുടെ കയ്യിലില്ല, ഉടമസ്ഥത അവരുടെ കയ്യിലില്ല. വലാ അശ്ഹദ്തുഹും ഖൽഖീ ലിസ്സമാവാതി വൽ അർദ് ആകാശഭൂമികളെ പടക്കുന്നതിൽ നാം അവരെ സാക്ഷിയാക്കിയിട്ടില്ല. വലാ കാനൂ ഇദ്ദാക മൗജൂദീൻ അല്ല ആ സമയത്ത് അവരുണ്ടായിരുന്നിട്ട് പോലുമില്ല. ഈ ആയത്ത് നമ്മൾ മനസ്സിലാക്കണം, ആകാശഭൂമികൾ ഭൂമിയിലെ പ്രാപഞ്ചികമായ കാര്യങ്ങൾ തന്നെ ആകട്ടെ, ഭൂമിയിലെ പ്രാപഞ്ചികമായ കാര്യങ്ങൾ തന്നെ ആകട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിൽ ഒരു കാര്യം വന്നാൽ അതിനെതിരായി നമ്മൾ പറയാൻ പാടില്ല. പല ആളുകളും അങ്ങനെ ആകാശത്തെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച്, സൂര്യനെ കുറിച്ച്, ചന്ദ്രനെ കുറിച്ച് പല ആളുകളും സയൻസിന്റെ അടിസ്ഥാനത്തിലുള്ള പല കാര്യങ്ങളും ഖുർആനിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾക്ക് വ്യക്തമായി എതിരായി വന്നാൽ അതിന് പ്രാധാന്യം കൊടുക്കുന്നത് കാണാം. പാടില്ലാത്തതാണ്. മാ അശ്ഹദ്തുഹും ഖൽഖസ് സമാവാതി വൽ അർദ് വലാ ഖൽഖ അൻഫുസിഹിം
وما كنت متخذ المضلين عضدا ويوم يقول نادوا شركائي الذين زعمتم ويوم يقول അവൻ പറയുന്ന ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ദിവസം അഥവാ ഖിയാമത്ത് നാളിൽ റബ്ബ് പറയും നാദു നിങ്ങൾ വിളിക്കും ശുറകായി എന്റെ പങ്കാളികളെ അല്ലദീന സഅംതും നിങ്ങൾ ജനിപ്പിച്ച നിങ്ങൾ വാദിച്ച എന്റെ പങ്കാളികളാണെന്ന് നിങ്ങൾ വാദിച്ച ആളുകളുണ്ടല്ലോ ഇന്ന് നിങ്ങൾ അവരെ വിളിക്കും ويوم يقول نادوا شركائي الذين زعمتم فدعوهم അപ്പോൾ ഇവർ അവരെ വിളിക്കും ഫലം യസ്തജീബു ലഹു ഈ അവരുടെ ഇലാഹുകളാകട്ടെ അവർക്ക് ഉത്തരം നൽകുകയും മാത്രമല്ല വജഅൽന നാം ഏർപ്പെടുത്തി ബൈനഹും അവർക്കിടയിൽ മൗബിഖ ഒരു വിദൂരമായ സ്ഥലം മൗബിഖ എന്നാൽ മഹലിക്കൻ അങ്ങോട്ട് കടന്നാണ് നശിക്കും അത്രയും വിദൂരമായ സ്ഥലത്ത് നാം അവരെ അകറ്റുന്നതാണ് ഈ ആരാണ് വിളിച്ചത് കഴിയത് അവരെ വിളിച്ചു തേടപ്പെട്ട ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വമൻ അദല്ലു ممن يدعو من دون الله من لا يستجيب له إلى يوم القيامة وهم عن دعائهم غافلون وإذا حشر الناس كانوا لهم أعداء وكانوا بعبادتهم كافرين ومن أضل وجدت من على مولد ممن يدعو من دون الله ومن أضل ആരുടെ വഴിതെറ്റിയവൻ അള്ളാഹുവിനെ പുറമെ ഉള്ള ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ അള്ളാഹുവിന് പുറമെയുള്ളവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴിതെറ്റിയവൻ ആരുണ്ട് അവരുടെ കഥ എന്താ മല്ല യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ ഖിയാമത്ത് നാൾ വരെ അവർ ഇവർക്ക് ഉത്തരം നൽകുകയില്ല വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ അവരാകട്ടെ ഇവരുടെ ദുആയെ കുറിച്ച് അറിയുന്നത് പോലുമില്ല അശ്രദ്ധനാണ് അവരൊക്കെ മരിച്ചുപോയി അംവാതുൻ ഗൈറു അഹ്യാഇ ഒരു മരിച്ചവരാണ് ഗൈറു അഹ്യാഇ ജീവനില്ലാത്തവരാണ് മാത്രമല്ല വഇദാ ഹുശിറ അന്നാസ് ജനങ്ങളെ അള്ളാഹു ഒരുമിച്ച് കൂട്ടുന്ന ദിവസം ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ ഇവർ പരസ്പര ശത്രുക്കളായിരിക്കും അവരിവരുടെ ഇബാദത്തിനെ അവർ നിഷേധിക്കും ഞങ്ങളിങ്ങനെ പറഞ്ഞിട്ടില്ല ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു ചോദിക്കുമെന്ന് പറഞ്ഞല്ലോ അള്ളാഹു ഈസാ നബിയോട് ചോദിക്കും ഈസാ പറയൂ നീ പറഞ്ഞിട്ടുണ്ടോ താങ്കൾ പറഞ്ഞിട്ടുണ്ടോ എന്നെയും എന്റെ ഉമ്മാനെയും ഇലാഹാക്കണമെന്ന് ഖിയാമത്ത് നാളിൽ അല്ലാഹു ചോദിക്കും ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഖാല സുബ്ഹാനക മാ യകൂനു ലി അൻ അഖൂല മാ ലൈസ ലി ബിഹഖ് സുബ്ഹാനല്ലാഹ് ഞാൻ അങ്ങനെ എനിക്ക് അർഹതയില്ലാത്തത് പറയും റബ്ബേ മാ യകൂനു ലി അൻ അഖൂല മാ ലൈസ ലി ബിഹഖ് ഇൻ കുൻതു ഖുൽതുഹു ഫഖദ് അലിംത ഞാൻ എന്താണ് പറഞ്ഞതെന്ന് റബ്ബേ നിനക്കറിയാം തഅലമു മാ ഫീ നഫ്സി എന്റെ നഫ്സിലുള്ളത് നിനക്കറിയാം വലാ അഅലമു മാ ഫീ നഫ്സിക് നിന്റെ നഫ്സിലുള്ളത് എനിക്കറിയുകയില്ല നിനക്കാണ് എല്ലാം അറിയുന്നത് മാ ഖുൽതു ലഹും ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല ഇല്ലാ മാ അമർതനി ബിഹി നീ എന്നോട് കൽപ്പിച്ചതല്ല എന്താണത് അനി അഅ്ബുദുല്ലാഹ റബ്ബി വ റബ്ബുക്കും എന്റെ നിങ്ങളുടെ റബ്ബായ അല്ലാഹുവിനാണ് നിങ്ങളെ ഇബാദത്ത് ചെയ്യുന്നത് അല്ലാഹു റബ്ബാണ് എന്ന കാര്യത്തിൽ ഞാൻ നിങ്ങൾ ഒരുപോലെയാണ് അല്ലാഹുവിന്റെ അബ്ദുകളാണ് എന്ന കാര്യത്തിൽ ഞാൻ നിങ്ങൾ ഒരുപോലെയാണ് ആരാണ് ഇത് പറയുന്നത് ലോകത്ത് ഒരുപാട് ആളുകൾ വിളിച്ചു തരുന്ന അള്ളാഹുവിന്റെ നബിയായ റസൂലുള്ളാഹി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അപ്പൊ പിന്നെന്താ ബാക്കിയുള്ളവരെ വിളിച്ചു തേടിയാൽ അവരുടെ കഥ എന്തായി അള്ളാഹു അവരെ പരസ്പരം വേർതിരിക്കും വറഅൽ മുജ്രിമൂന അന്നാറ അള്ളാഹു പറയും വറഅൽ മുജ്രിമൂന കുറ്റവാളികൾ അവർ കാണുന്നതാണ് അന്നാറ നരകത്തെ ഫളന്നു അപ്പോൾ അവർ കരുതും അവർക്ക് ഉറപ്പാകും അന്നഹും മുവാഖിഊഹ അവരതിൽ വീഴുന്നവരാണ് വലം യജിദു അൻഹാ മസ്രിഫ വലം യജിദു അൻഹാ നരകത്തിൽ നിന്ന് ഒരു മസ്രിഫ് അവർ കാണുകയില്ല അവരിന് രക്ഷപ്പെട്ടു പോകാൻ ഒരു വഴി അവർ കാണുകയില്ല എന്ന് പറഞ്ഞാൽ നരകത്തെ അവർ കാണും അതിലവർ വീഴുമെന്ന് അവർക്ക് ഉറപ്പാവുകയും ചെയ്യും രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല എന്നവർക്ക് മനസ്സിലാവുകയും ചെയ്യും ഇബ്നു കസീർ പറഞ്ഞു ഇന്നഹും ലമ്മാ ആയനു ജഹന്നമ ഹീന ജീഅ ബിഹാ നരകത്തെ കൊണ്ടുവരുന്നത് അവർ കണ്ടാൽ എങ്ങനെയാണ് കൊണ്ടുവരിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതുപോലെ തുഖാദു ബി 70000 സിമാം 70000 ചങ്ങലകളിട്ട് വലിച്ചിട്ടാണ് നരകത്തെ കൊണ്ടുവരിക നരകം മഖ്ലൂഖ അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ട് മുമ്പേ സ്വർഗം മഖ്ലൂഖ അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ട് മുമ്പേ അഹ്ലുസുന്നയുടെ അടിസ്ഥാനപരമായ വിശ്വാസങ്ങളിൽ ഒന്നാണ് അൽ ജന്നത്തു വന്നാർ മഖ്ലൂഖത്താൻ
സ്വർഗവും നരകവും അള്ളാഹു നേരത്തെ പടച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു ഖിയാമത്ത് നാളിൽ വൈദൽ ജഹീമു സുഇറത് വൈദൽ ജന്നതു ഉസ്ലിഫത്, ഖിയാമത്ത് നാളിൽ എന്താണ്? സ്വർഗം അള്ളാഹു പടക്കും, നരകം അള്ളാഹു പടക്കുമെന്നല്ല, അതാ നരകത്തിലെത്തി ആളിക്കത്തിക്കപ്പെട്ടാൽ. വൈദൽ ജന്നതു ഉസ്ലിഫത്, സ്വർഗം അടുത്തേക്ക് കൊണ്ടുവരപ്പെട്ടാൽ. അള്ളാഹു മുമ്പേ പടച്ചിട്ടുണ്ട്. 70,000 ചങ്ങലയിലിട്ട് നരകത്തെ കൊണ്ടുവരും. മഅ കുല്ലി സിമാമിൻ 70,000 മലക്, ഓരോ ചങ്ങലയും പിടിച്ചിരിക്കുന്നത് 70,000 മലക്കുകളാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അതിന്റെ വലിപ്പം എത്രയാണ്? ഒരു മലക്കിന്റെ അതിന്റെ രൂപം, വണ്ണം, വലിപ്പം ഇതൊന്നും നമുക്കറിയില്ല. വളരെ വലുതാണ്. അള്ളാഹുവിന്റെ മലായിക്ക വളരെ വലിയ പടപ്പുകളാണ്. അള്ളാഹു അതിനെ നിറക്കുന്നതാണ്. നരകത്തിൽ അതിന്റെ ആളുകളെ കൊണ്ട് അള്ളാഹു നിറക്കും. ജിന്ന് വർഗത്തിലും മനുഷ്യവർഗത്തിലും പെട്ടവരെ കൊണ്ട് അള്ളാഹു നരകം നിറക്കുമെന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യൗമ നഖൂലു ലിജഹന്നമ ഹൽ ഇംതലഅതി വതഖൂലു ഹൽ മിൻ മസീദ്. നരകത്തിന്റെ പ്രത്യേകത അത് സംസാരിക്കും. കണ്ണുണ്ട്, നാവുണ്ട്, അത് കോപം കൊണ്ട് തകാദു തമയ്യസു മിനൽ ഗൈർ, കോപം കൊണ്ട് അത് കഷ്ണമാകുവാൻ മാത്രം അത് കോപിക്കും. എന്നിട്ട് അള്ളാഹുവിനോട് പരാതി പറഞ്ഞു, റബ്ബേ, എന്റെ ദേഷ്യം കൊണ്ട്, എന്റെ ചൂട് കൊണ്ട് ഞാൻ തന്നെ ചിലതിനെ തിന്നിരിക്കുന്നു, എന്റെ ചില ഭാഗം തന്നെ ചിലതിനെ തിന്നിരിക്കുന്നു. യൗമ നഖൂലു ലിജഹന്നം, നാം നരകത്തിനോട് ചോദിക്കും, ഹൽ ഇംതലഅതി, നീ നിറഞ്ഞോ? വതഖൂലു ഹൽ മിൻ മസീദ്, നിറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ നരകം പറയും, ഹൽ മിൻ മസീദ്, ഇനിയുമുണ്ടോ എന്ന് പറയും. അള്ളാഹു പറഞ്ഞിട്ടുള്ളത്, ഇന്ന ജഹന്നമ ലബിൽ മിർസാദ്, ഇന്ന ജഹന്നമ കാനത് മിർസാദ. ജഹന്നം എന്താണ്? മിർസാദ് എന്നാൽ ആളിക്കത്തും അതിന്റെ മുകളിലൂടെ പോകുന്നവരെ വലിച്ചത് താഴേക്ക് പിടിക്കും. അതാണ് നരകത്തിന്റെ പ്രത്യേകത. മിർസാദ് എന്ന് പറഞ്ഞാൽ അതാണ്. ഇന്ന ജഹന്നമ കാനത് മിർസാദ ലിത്താഗീന മആബ ലാബിസീന ഫീഹാ അഹ്ഖാബ ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബ ഇല്ലാ ഹമീമൻ വഗസ്സാഖ. അല്ലാഹു പറഞ്ഞു, നഊദു ബില്ലാഹ്, ഇന്ന ജഹന്നമ കാനത് മിർസാദ ലിത്താഗീന മആബ, ധിക്കാരികളുടെ സങ്കേതമാണ്. ലാബിസീന ഫീഹാ അഹ്ഖാബ, കാലങ്ങൾ അറ്റമില്ലാത്ത കാലം അവരവിടെ കഴിയും. ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബ, അവരുടെ ശരീരത്തിന് ഒരു ബർദ്, ഒരു തണുപ്പ് അവർക്കില്ല. വലാ ശറാബ, ഒരു പാനീയം അവർക്കില്ല. ഇല്ലാ ഹമീമൻ വഗസ്സാഖ, എന്താണ് അവർക്കുള്ള പാനീയം? ഹമീമും ഗസ്സാഖുമാണ്. ഹമീം എന്നാൽ കടുകടുത്ത ചൂടുള്ളതാണ്. ഗസ്സാഖ് എന്നാൽ അങ്ങേയറ്റം ചീഞ്ഞു നാറുന്ന അതിതണുപ്പുള്ള വൃത്തികെട്ട പാനീയമാണത്. ഇല്ല ഹമീമൻ വഗസ്സാഖ. നഊദു ബില്ലാഹി മിനൻ നാർ, നഊദു ബില്ലാഹി മിനൻ നാർ, നഊദു ബില്ലാഹി മിനൻ നാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇബ്നു കസീർ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലുള്ളതുപോലെ ഇങ്ങനെ 70,000 ചങ്ങലകളിൽ ഓരോ ചങ്ങലയിലും 70,000 മലക്കുകൾ നരകത്തെ കൊണ്ടുവന്നാൽ ഫഇദാ റഅൽ മുജ്രിമൂന അന്നാർ, കുറ്റവാളികൾ ആ നരകത്തെ കണ്ടാൽ തഹഖഖൂ ലാ മഹാലത അന്നഹും മുവാഖിഊൻ, ഒരു രക്ഷയുമില്ല, അതിൽ നമ്മൾ വീഴുക തന്നെ ചെയ്യും എന്നവർക്ക് മനസ്സിലാവും. അതെന്തിനാണ് അല്ലാഹു ഇങ്ങനെ ചെയ്യുന്നത്? പെട്ടെന്ന് വിടൂല, പിന്നെന്ത് ചെയ്യും? കാണിച്ച് അവരുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് ഒരു രക്ഷയില്ല, നമ്മളവിടെ പെടുക തന്നെ ചെയ്യുന്നവരെ അല്ലാഹു മനസ്സിലാക്കും. ലിയകൂന ദാലിക മിൻ ബാബി തഅജീലിൽ ഹമ്മി വൽ ഹുസ്നി ലഹും, അതിൽ കടക്കുന്നതിന് മുമ്പ് അവർക്ക് വ്യസനവും വേദനയും ഉണ്ടാകാൻ, കടക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ശിക്ഷയുണ്ടാകാൻ. فإن توقع العذاب والخوف منه قبل وقوعه عذاب ناجز. കാരണം ഒരു വേദന, ഒരു പ്രയാസം നമുക്ക് വരാൻ പോകുന്നതിന് മുമ്പേ നമ്മൾ മനസ്സിലാക്കില്ല, ഇങ്ങനെ വരാൻ പോകുന്നുണ്ട് എന്നത് എന്നറിയുക എന്നുള്ളത് അത് വന്നതുപോലെ, മുമ്പേ അത് പ്രയാസം പെട്ടെന്ന് വരുന്നത് പോലെയല്ല. നേരത്തെ അറിഞ്ഞു വരുമ്പോൾ നേരത്തെ ആ പ്രയാസം ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മാനസികമായും ശിക്ഷിക്കുമെന്നാണ്. അതുകൊണ്ടാണ് നരകക്കാരെ കുറിച്ച് അല്ലാഹു പറഞ്ഞിട്ടുള്ളത്, കുല്ലമാ അറാദു അൻ യഖ്റുജു മിൻഹാ ഉഈദു ഫീഹാ, അവരവിടുന്ന് പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കും എന്ന് പറഞ്ഞാൽ ചില സമയത്ത് അവർക്ക് തോന്നില്ല നമുക്ക് രക്ഷപ്പെടാൻ അവസരം കിട്ടിയിരിക്കും, പുറത്തേക്ക് പോകാൻ അവർ ശ്രമിക്കും. ഉഈദു ഫീഹാ, അവിടെ തന്നെ അവർ മടക്കപ്പെടും. അല്ലാഹു പറയും, ഇഖ്സഉ ഫീഹാ വലാ തുകല്ലിം, നീന്തരായി അവിടെ കിടക്കും നിങ്ങൾ,
മിണ്ടിപ്പോകരുത് എന്നോട് എന്നവരോട് പറയുമെന്നാണ്. അതുപോലെയാണ് എന്തിനാണിത്? വേദന ഉണ്ടാക്കാൻ, മനസ്സിൽ വേദന ഉണ്ടാക്കാൻ, സങ്കടത്തിന് മുകളിൽ സങ്കടം ഉണ്ടാക്കാൻ. അഊദുബില്ല. അതുപോലെ തന്നെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സ്വർഗ്ഗക്കാരെ വിളിക്കും, നരകക്കാരെ വിളിക്കും, യാ അഹ്ലൽ ജന്ന യാ അഹ്ലൻ നാർ. ആളുകൾ അപ്പൊ എന്താണ് അങ്ങനെ വിളി കേട്ടാൽ നരകക്കാർ പ്രതീക്ഷയോടെ പുറത്തേക്ക് നോക്കും, വിളി കേട്ടടുത്തേക്ക് നോക്കും. നമ്മളെ രക്ഷപ്പെടുത്താനായിരിക്കും വിളിച്ചത്. സ്വർഗക്കാർ പേടിയോടെ പുറത്തേക്ക് നോക്കും, നമ്മളോട് പുറത്താക്കാനായിരിക്കുമോ വിളിച്ചത്. എന്നിട്ടാണ് കറുപ്പും വെളുപ്പും കലർന്ന നിറമുള്ള ഒരാടിന്റെ രൂപത്തിൽ അല്ലാഹു മൗത്തിനെ, മരണത്തെ കൊണ്ടുവന്ന് അറുക്കും, അവിടെ അറുക്കും. എന്നിട്ട് പറയപ്പെടും, യാ അഹ്ലൽ ജന്ന ഖുലൂദുൻ ലാ മൗത്ത് വലാ അഹ്ലൻ നാർ ഖുലൂദുൻ ലാ മൗത്ത്. നരകക്കാരെ ഇനി ഖുലൂദാണ്, ശാശ്വത ജീവിതമാണ്, മരണമില്ല. സ്വർഗക്കാരെ ഇനി ഖുലൂദാണ്, ഇനി മരണമില്ല. അപ്പൊ എന്താകും? ഇവരുടെ ഹുസ്നൻ അലാ ഹുസ്ൻ, ഇവരുടെ വ്യസനത്തിന് മുകളിൽ വ്യസനം നരകക്കാർക്ക്. സ്വർഗക്കാർക്കാകട്ടെ സന്തോഷത്തിന് മുകളിൽ സന്തോഷം അല്ലാഹു ഉണ്ടാകും. ഇതെന്താണ്? ഇത് മനസ്സ് ശിക്ഷിക്കുകയാണ്, കൽബിനുള്ള ശിക്ഷയാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എന്താണ്? സ്വർഗക്കാരനെ അള്ളാഹു അവന് നരകത്തിൽ ഒരു സ്ഥാനം കാണിച്ചു കൊടുക്കും. എന്നിട്ട് അവനോട് പറയും, ഇതാ നീ എങ്ങാനും തോന്നിവാസിയായിട്ട് ജീവിച്ചിരുന്നെങ്കിൽ ഇതായാണ് എന്റെ സ്ഥാനം. അവൻ അള്ളാഹു എനിക്ക് തന്ന നിഅമത്ത് കൂടുതൽ വ്യക്തമാവും. സ്വർഗത്തിൽ എത്തിപ്പെട്ട സന്തോഷം അവന് കൂടും. അതുപോലെ തന്നെയാണ് നരകക്കാരന് അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ അനുഭവിക്കുന്നവന് സ്വർഗത്തിൽ ഒരു മഖാം കാണിച്ചു കൊടുക്കും, സ്വർഗത്തിലെ ഒരു സ്ഥലം. എന്നിട്ട് പറയും, നീ എങ്ങനെ നന്നായിരുന്നെങ്കിൽ ഇതായിരുന്നു കിട്ടേണ്ടിയിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ അദാബ് അങ്ങനെയുള്ള അദാബാണ്. അതുപോലെ അള്ളാഹു പറഞ്ഞു, എന്താണ് അവിടെ? വലൻ യൻഫഅകുമുൽ യൗമ ഇൻ ളലംതും അന്നകും ഫിൽ അദാബി മുശ്തരിക്. നരകത്തിന്റെ പ്രത്യേകതയാണ് അള്ളാഹു പറഞ്ഞു, നിങ്ങളെപ്പോലെ ശിക്ഷയിൽ നിങ്ങളെപ്പോലെ കുറെ ആളുകളുണ്ട് എന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് ഒരു ഉപകാരവും ഉണ്ടാവുകയില്ല. നരകത്തിന്റെ ഒരു പ്രത്യേകത എന്താണത്? അതായത് ദുനിയാവിൽ നമുക്കറിയാം, നമുക്കൊരു പ്രയാസമുണ്ടെങ്കിൽ നമ്മളെ പോലെ പ്രയാസം അനുഭവിക്കുന്ന ഒരാളുണ്ടായി നമുക്കൊരു ആശ്വാസം ഉണ്ടാവും. നമ്മുടെ പ്രയാസം കുറഞ്ഞതുപോലെ നമുക്ക് തോന്നും, ഞാൻ മാത്രമല്ലല്ലോ എന്ന് നമുക്ക് തോന്നും. നരകത്തിലാകട്ടെ അവനെപ്പോലെ ഒരുപാട് പേർ ശിക്ഷ അനുഭവിക്കുന്നു എന്നതുകൊണ്ട് ഒരു ആശ്വാസവും അവന് കിട്ടുകയില്ല. അത് നരകത്തിന്റെ ശിക്ഷയുടെ ഭീകരതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, ورأى المجرمون النار فظنوا أنهم مواقعوها ولم يجدوا عنها مصرفا. അവർ നരകം കാണും, എന്നാൽ അതിൽ നമ്മൾ പെടുക തന്നെ ചെയ്യുന്നവർ മനസ്സിലാക്കും, ഒരു രക്ഷയും അതിൽ നിന്ന് അവർ കാണുകയില്ല. ഇതെന്തിനാണ്? മുമ്പേ അവർക്ക് അദാബ് അല്ലാഹു കൊണ്ടുകൊടുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലഖദ് സർറഫ്നാ ഫീ ഹാദൽ ഖുർആനി ലിന്നാസി മിൻ കുല്ലി മസൽ വകാന അൽ-ഇൻസാനു അക്സറ ശൈഇൻ ജദല വമാ മനഅ അൻ-നാസ അൻ യുഅ്മിനൂ ഇദ് ജാഅഹുമുൽ ഹുദാ വയസ്തഗ്ഫിറൂ റബ്ബഹും ഇല്ലാ അൻ തഅതിയഹും സുന്നത്തുൽ അവ്വലീന ഔ യഅതിയഹുമുൽ അദാബു ഖുബുല. വലഖദ് സർറഫ്നാ ഫീ ഹാദൽ ഖുർആൻ, വലഖദ് സർറഫ്നാ, നാം വിവരിച്ചിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്, ഫീ ഹാദൽ ഖുർആൻ, ഈ ഖുർആനിൽ, ലിന്നാസി, ജനങ്ങൾക്ക്, മിൻ കുല്ലി മസൽ, എല്ലാ മസലിൽ നിന്നും, എല്ലാ ഉദാഹരണത്തിൽ നിന്നും എന്ന് പറഞ്ഞാൽ ഇബ്നു കസീർ പറയുന്നു, വലഖദ് ബയ്യനാ ലിന്നാസി ഫീ ഹാദൽ ഖുർആൻ വവദ്ദഹ്നാ ലഹുമുൽ ഉമൂർ, ഈ ഖുർആനിൽ നാം കാര്യങ്ങൾ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുത്തിരിക്കുന്നു. ഫസ്സൽനാഹ, അത് നാം വേർതിരിച്ചു പറഞ്ഞിരിക്കുന്നു. കൈല യദില്ലു അനിൽ ഹഖ്, ഹഖിൽ നിന്ന് അവർ തെറ്റിപ്പോകാതിരിക്കാൻ. വയഖ്റുജു അൻ തരീഖിൽ ഹുദാ, സന്മാർഗത്തിന്റെ വഴിയിൽ നിന്ന് അവർ പുറത്തു പോകാതിരിക്കാൻ. ഇതാണ് അള്ളാഹു അവന്റെ ഖുർആനിൽ ഇങ്ങനെയാണ് അവൻ ചെയ്തിട്ടുള്ളത്. അവന്റെ കിതാബ് നോക്കൂ, ഏറ്റവും വലിയ ഹഖ് തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്തൊക്കെ ഉദാഹരണങ്ങൾ പറഞ്ഞ് റബ്ബ് വിവരിച്ചിരിക്കുന്നു. ബുദ്ധിയുള്ള ഒരാൾക്ക്, സലീമായ കേടുവരാത്ത ബുദ്ധിയുള്ള ഒരാൾക്ക് അള്ളാഹുവിന്റെ കിതാബ് ധാരാളമാണ് അവൻ ഹഖ് മനസ്സിലാക്കാൻ. وأوحي إلي هذا القرآن لأنذركم به ومن بلغ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറയുന്നു, وأوحي إلي هذا القرآن,
ഈ ഖുർആൻ എനിക്ക് വഹീ നൽകപ്പെട്ടിരിക്കുന്നു. നാം ഇതുകൊണ്ട് നിങ്ങളെ താക്കീത് ചെയ്യാം. ഈ ഖുർആൻ എത്തിയവർ അള്ളാഹുവിന്റെ കിതാബ് ഒരുവന് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അത് മനസ്സിലാക്കാൻ ഒരു വഴിയുണ്ടെങ്കിൽ, മനസ്സിലാക്കാനുള്ള വഴി അഥവാ ഖുർആനിന്റെ ലുഗ ഭാഷ അവൻ അറിയാമെങ്കിൽ അള്ളാഹുവിനോട് അവന് യാതൊരു എതിറുമില്ല. പരലോകത്ത് റബ്ബിന്റെ മുന്നിൽ അവന് ഒരു എതിറും പിന്നെ പറയാൻ സാധിക്കുകയില്ല. അങ്ങനെ അള്ളാഹു വിവരിച്ചിരിക്കുന്നു. അഖീദ എന്താണ് ഒരു മനുഷ്യൻ വിശ്വസിക്കേണ്ടത്, ആരാണ് അവൻ ഇബാദത്ത് ചെയ്യേണ്ടത്. അതുപോലെ യൗമുൽ ഖിയാമത്ത് നാളിന്റെ കാര്യങ്ങൾ ഉദാഹരണങ്ങൾ പറഞ്ഞ് റബ്ബ് സുബ്ഹാനഹു വ തആല വിവരിച്ചിരിക്കുന്നു. വകാനൽ ഇൻസാൻ, എന്നാൽ മനുഷ്യന്റെ സ്വഭാവം എന്താണ്? വകാനൽ ഇൻസാൻ, മനുഷ്യനാണ് അക്സറ ശൈഇൻ ജദല, അധിക കാര്യത്തിലും അവൻ ജിദാലിന്റെ ആളാണ് മനുഷ്യൻ, താർക്കികനാണ്, തർക്കമാണ് മനുഷ്യന്റെ സ്വഭാവം. ഇബ്നു കസീർ പറയുന്നു, വമഅ ഹാദൽ ബയാനി വഹാദൽ ഫുർഖാൻ, ഇത്ര അള്ളാഹു വിവരിച്ചിട്ടും, ഇത്ര അള്ളാഹു സത്യവും അസത്യവും വേർതിരിച്ചിട്ടും, അൽ ഇൻസാനു കസീറുൽ മുജാദലത്തി വൽ മുഖാസമ, മനുഷ്യൻ ഒരുപാട് തർക്കിക്കുന്നവനാണ്, അവൻ ന്യായങ്ങൾ പറയുന്നവനാണ്. വൽ മുആറദതു ലിൽ ഹഖ്, ഹക്കിനോട് അവൻ പല എതിരും പറയുന്നവനാണ് മനുഷ്യൻ. ബിൽ ബാത്തിൽ കൊണ്ട് അവൻ ഹക്കിനെതിരെ പല ന്യായങ്ങളും പറയും. ഇല്ലാ മൻ ഹദല്ലാഹു വബസ്സറഹു ലിതരീഖിൻ നജാ, അല്ലാഹു ഹിദായത്ത് നൽകിയവൻ ഒഴികെ, അല്ലാഹു സന്മാർഗത്തിലേക്ക് കണ്ണു ഉറപ്പിച്ചവൻ ഒഴികെ അവൻ ഇങ്ങനെ വേണ്ടാത്ത തർക്കം നടത്തുകയും. ജിദാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് മുമ്പുള്ള സമുദായങ്ങളെ അല്ലാഹു നശിപ്പിക്കാൻ ഉണ്ടായ കാരണം എന്താണ്? ഇല്ല ഊതുൽ ജദൽ, തർക്കം കിട്ടിയിട്ടല്ലാതെ, തർക്കം അവരിൽ വ്യാപകമായതുകൊണ്ടാണ് അവർ നശിച്ചുപോയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ومن الناس من يعجبك قوله في الحياة الدنيا ويشهد الله على ما في قلبه وهو ألد الخصام. ومن الناس, ജനങ്ങളിൽ ചില ആളുകളുണ്ട്, من يعجبك قوله في الحياة الدنيا, ദുനിയാവിൽ അവന്റെ വാക്ക് നിന്നെ അത്ഭുതപ്പെടുത്തിയേക്കും. ويشهد الله على ما في قلبه, അവന്റെ കൽബിലുള്ളതിന് അവൻ റബ്ബിനെ സാക്ഷിയാക്കി പറയും. وهو ألد الخصام, അവൻ നന്നായി തർക്കിക്കുന്നവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് വെറുപ്പുള്ള അവനാണ് അലദ്ദുൽ ഖസിം. അലദ്ദുൽ ഖസിം എന്നാൽ ഒരുപാട് തർക്കിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ മോശമായ തർക്കം, ബാത്തിലിനു വേണ്ടിയുള്ള തർക്കം. അതാണ് ഹക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി, ഹക്കാളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അവരോട് ജിദാൽ നടത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തുജാദിലു അഹ്ലൽ കിതാബി ഇല്ലാ ബില്ലതി ഹിയ അഹ്സൻ, നിങ്ങൾ അഹ്ലുൽ കിതാബിനോട് ഏറ്റവും നല്ല നിലക്കല്ലാതെ തർക്കിക്കരുത്. വജാദിലുഹും ബില്ലതി ഹിയ അഹ്സൻ, ഏറ്റവും നല്ല നിലക്ക് നിങ്ങൾ അവരോട് ജിദാൽ നടത്തുക. അതെന്താണ്? ഒരാൾക്ക് ഹക്ക് വ്യക്തമാക്കി കൊടുക്കാനുള്ള ജിദാൽ. നീ പറയുന്നത് ശരിയല്ല എന്നതാണ് ഹക്ക്. അള്ളാഹു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയിട്ടുള്ളത് പോലെ അള്ളാഹു പറഞ്ഞു, അലം തറ ഇലല്ലദീ ഹാജ്ജ ഇബ്രാഹിമ ഫി റബ്ബിഹി, നീ കണ്ടില്ലേ ഇബ്രാഹിമിനോട് തർക്കിച്ച ഒരുവനെ, അൻ ആതാഹു അല്ലാഹുൽ മുൽക്ക്, അള്ളാഹു അവന് അധികാരം കൊടുത്തു എന്നതിന്റെ പേരിൽ. ഇദ് ഖാല ഇബ്രാഹിം റബ്ബി അല്ലദീ യുഹ്യി വ യുമീത് ഖാല അന ഉഹ്യി വ ഉമീത്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബാണെന്ന് വാദിച്ച് അവനോട് പറഞ്ഞു, എന്റെ റബ്ബാരാണ് അല്ലദീ യുഹ്യി വ യുമീത്, ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാണ് റബ്ബ്, നീ എങ്ങനെ റബ്ബാകും? അപ്പൊ അവൻ പറഞ്ഞു, ഖാല അന ഉഹ്യി വ ഉമീത്, ഞാനും ജീവിപ്പിക്കും ഞാനും മരിപ്പിക്കും. എന്നിട്ട് അവൻ രണ്ടുപേരെ വിളിച്ചു, ഒരാൾ കൊന്നു കളഞ്ഞു, ഒരാൾ വെറുതെ വിട്ടു. കണ്ടോ, ഞാൻ ജീവിപ്പിച്ചു ഞാൻ മരിപ്പിച്ചു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഖാല ഫഇന്ന അല്ലാഹ യഅതി ബിശ്ശംസി മിനൽ മശ്രിഖ് ഫഅതി ബിഹാ മിനൽ മഗ്രിബ്, എങ്കിൽ അല്ലാഹു അവൻ സൂര്യനെ മശ്രിഖിൽ നിന്ന് കൊണ്ടുവരുന്നവനാണ്, സൂര്യനെ കിഴക്ക് നിന്ന് ഉദിപ്പിക്കുന്നവനാണ്. ഫഅതി ബിഹാ മിനൽ മഗ്രിബ്, നീ അതിനെ പടിഞ്ഞാറ് നിന്ന് ഉദിപ്പിക്കും. ഫബുഹിത അല്ലദീ കഫർ, അപ്പോൾ ആ കാഫിറിന്റെ വായടഞ്ഞു പോയി. ഇതാണ് അഹ്സനായ ജിദാൽ, ഏറ്റവും നല്ല ജിദാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. അഹ്ലുസുന്നയുടെ മഹാന്മാരായ ഉലമ അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖവാരിജികളുടെ കേന്ദ്രത്തിലേക്ക് പോയി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരോട് സംസാരിച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ ആ സംസാരം കൊണ്ട് ആ ഖവാരിജികളുടെ കക്ഷിയിൽ നിന്ന് അഹ്ലുസുന്നത്തിലേക്ക് മടങ്ങുകയാണ്. അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ്
ഖുർആൻ അള്ളാഹിന്റെ ഖൽഖാണ്, അള്ളാഹിന്റെ പടപ്പാണെന്ന് പറഞ്ഞ ആളുകളോട് അഹ്മദ് ജിദാൽ നടത്തി. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അഹ്സനായ ജിദാൽ നടത്തി. ബാത്തിലിന് വേണ്ടി ജിദാൽ നടത്താൻ പാടില്ല. അതുപോലെ തന്നെ ചില ആളുകൾ ഹക്കായിരിക്കും, അവന്റെ കയ്യിലുള്ള ഹക്കാണ്, പക്ഷെ അത് തർക്കിക്കേണ്ട കാര്യമൊന്നും അതിലില്ല. തർക്കിക്കാൻ മാത്രമൊന്നും അതിന്റെ വെച്ചാൽ ദുനിയാവിന്റെ കാര്യമായിരിക്കും. ദുനിയാവിന്റെ ഒരു കാര്യം നമ്മൾ പറയുന്നതാണ് ശരി. ഇപ്പൊ എന്തെങ്കിലും ദുനിയാവിന്റെ ഒരു വാഹനത്തെ കുറിച്ചൊരു കാര്യം, അല്ലെങ്കിൽ ദുനിയാവിലൊരു കാര്യം, ദുനിയാവിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഭാഗത്താണ് ശരി, നമുക്കറിയാം. ഒരാൾ എങ്ങനെയാണ് സംഭവിക്കുന്നില്ല, നമ്മൾ തർക്കിക്കേണ്ടതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന സഈമുൻ ബിബൈതിൻ ഫീ വസതിൽ ജന്ന ലിമൻ തറകൽ മിറാഅ വഇൻ കാന മുഹിഖാ. സ്വർഗ്ഗത്തിൽ ഒരു വീടുണ്ടെന്ന് ഞാൻ ഉറപ്പു തരാം. ആർക്ക്? ലിമൻ തറകൽ മിറാഅ വഇൻ കാന മുഹിഖാ. ഹക്കവന്റെ ഭാഗത്തായിരുന്നിട്ടും തർക്കം ഒഴിവാക്കിയവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗത്തിൽ ഒരു വീടുണ്ടെന്ന് ഞാൻ ഉറപ്പു തരാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. എന്താണ്? അനാവശ്യമായ തർക്കം. അതുപോലെ തന്നെയാണ് ചില ആളുകൾ അവൻ സംസാരിക്കുന്നത് ഹക്ക് മനസ്സിലാക്കാൻ വേണ്ടി ആയിരിക്കില്ല, തർക്കിക്കാൻ വേണ്ടി, ജയിക്കാൻ വേണ്ടി തർക്കിക്കുന്നവനായിരിക്കും. ചില ആളുകൾ അങ്ങനെയായിരിക്കും, ഹക്ക് എങ്ങനെയും സ്വീകരിക്കാത്ത മാനിതുകളായിട്ടുള്ള ആളുകൾ, മാനിതുകൾ എങ്ങനെയും സ്വീകരിക്കും. അങ്ങനെയുള്ള ആളുകൾ അവരോട് അവരെ പെട്ടെന്ന് മനസ്സിലാവും. ബുദ്ധിയുള്ള ആളുകൾക്ക് അവരെ സംസാരിച്ചാൽ, കുറച്ച് സംസാരിച്ചാൽ തന്നെ അങ്ങനെയുള്ളവരെ മനസ്സിലാക്കും. അവരൊഴിവാക്കുക, അവർ തിരിഞ്ഞു കളയുക. റസൂൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ആരിദ് അൻഹും ഇന്നഹും റിജ്സ്, അവർ എന്താണ്? റിജ്സാണ്, വേസ്റ്റാണ്, ഒഴിവാക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറഞ്ഞതുപോലെ ഒഴിവാക്കുക. അനാവശ്യമായ ഒരു മുസ്ലിം തർക്കിക്കാൻ പാടില്ല. വകാന അൽ-ഇൻസാനു അക്സറ ശൈഇൻ ജദല, മനുഷ്യന്റെ പൊതു സ്വഭാവമാണ് അവൻ ജദൽ കൂടിയവനാണ്, തർക്കം കൂടിയവനാണ് എന്നത്. വമാ മനഅ അൻ-നാസ അൻ യുഅ്മിനൂ ഇദ് ജാഅഹുമുൽ ഹുദാ ويستغفروا ربهم إلا أن تأتيهم سنة الأولين أو يأتيهم العذاب قبلا. وما منع الناس, ജനങ്ങളെ തടഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ എന്താണ് ജനങ്ങളെ തടഞ്ഞത്? അയ്യുമിനു, മുഅ്മിനുകളാവാൻ, വിശ്വസിക്കാൻ. ഇദ് ജാഅഹുമുൽ ഹുദാ, ഹുദാ അവരിലേക്ക് വന്നപ്പോൾ, സന്മാർഗം അവരിലേക്ക് വന്നപ്പോൾ അവരെ അത് സ്വീകരിക്കുന്നതിൽ നിന്ന് തടഞ്ഞത് എന്താണ്? വയസ്തഗ്ഫിറു റബ്ബഹും, റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തുന്നതിൽ നിന്നും. ഇല്ല അൻ തഅതിയഹും, അവരിലേക്ക് വരിക എന്നതല്ലാതെ. സുന്നത്തുൽ അവ്വലീൻ, പഴയ ആളുകളുടെ സുന്ന. ഇവിടെ സുന്ന എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നടപടിക്രമം. പഴയ ആളുകൾ അള്ളാഹു എന്താണ് ചെയ്തത്? ഔ യഅതിയഹും, അല്ലെങ്കിൽ അവരിലേക്ക് വരിക എന്നത് അൽ അദാബു, ശിക്ഷ. ഖുബുല, ഖുബുല എന്നാൽ നേരെ, നേർക്ക് നേരെ കാണുന്ന രൂപത്തിൽ. ഇതാണോ മനുഷ്യന്മാരെ തടഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ തൊട്ടുമുമ്പുള്ള ആയത്തുകൾ നമ്മൾ ചേർത്ത് വായിക്കണം. അള്ളാഹു വ്യക്തമായി വിവരിച്ചിരിക്കുന്നു തെളിവുകൾ. ഖുർആനിൽ അള്ളാഹു വിവരിച്ചിരിച്ചു. ഈ തെളിവുകളെല്ലാം വന്നു കിട്ടിയിരിക്കുന്നു. ഇനി അവർക്ക് എന്തേ ബാക്കിയുള്ളൂ? വിശ്വസിക്കാനും ഇസ്തിഗ്ഫാർ നടത്താനോ. അള്ളാഹിന്റെ അദാബ് വരിക എന്നതേ ബാക്കിയുള്ളൂ. അദാബ് എന്നെല്ലാവരും വിശ്വസിക്കും, അന്നേരം വിശ്വസിച്ചിട്ട് കാര്യവുമില്ല. അള്ളാഹു പറയുന്നു, വമാ മനഅ അൻ-നാസ അൻ യുഅ്മിനൂ, ജനങ്ങളെ തടഞ്ഞിട്ടില്ല. ജനങ്ങളെ തടഞ്ഞിട്ടില്ല അൻ യുഅ്മിനൂ, വിശ്വസിക്കാൻ. ഇദ് ജാഅഹുമുൽ ഹുദാ, സന്മാർഗം അവരിലേക്ക് വന്നപ്പോൾ അത് വിശ്വസിക്കാൻ. വയസ്തഗ്ഫിറു റബ്ബഹും, ഇസ്തിഗ്ഫാർ നടത്താൻ. എന്തല്ലാതെ ഇല്ല അൻ യഅതിയഹും സുന്നത്തുൽ അവ്വലീൻ, പഴയ ആളുകളിൽ അള്ളാഹു ചെയ്തു കഴിഞ്ഞ നടപടിക്രമം അഥവാ അദാബ്, പെട്ടെന്നുള്ള അദാബ്. ഔ യഅതിയഹുൽ അദാബു ഖുബുല, അല്ലെങ്കിൽ അവർ നേർക്ക് നേരെ കണ്ടുകൊണ്ടിരിക്കെ ശിക്ഷ അവർക്ക് നേരെ വരും. ഇതാണ് ഇതിന് തടസ്സമുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം വിവരിച്ചിരിക്കുന്നു. വമാ നുർസിലുൽ മുർസലീന ഇല്ലാ മുബശ്ശിരീന വമുൻദിരീൻ. വമാ നുർസിലുൽ മുർസലീന, വമാ നുർസിൽ, നാം അയക്കുകയില്ല. അൽ മുർസലീൻ, മുർസലീൻ അതായത് അള്ളാഹുവിന്റെ നബിമാർ, റസൂലുകൾ, മുർസലുകളെ നാം അയക്കുകയില്ല. ഇല്ലാ മുബശ്ശിരീന വമുൻദിരീൻ, മുബശ്ശിറുകളും മുൻദിറുകളുമായിട്ടല്ല. മുബശ്ശിർ എന്നാൽ സന്തോഷ വാർത്ത അറിയിക്കുന്നവർ. ആരാണോ ഈമാനും അമലും സാലിഹാത്തുമുള്ളത് അവർക്ക് സ്വർഗമുണ്ടെന്ന സന്തോഷ വാർത്ത. വമുൻദിരീൻ, താക്കീത് നൽകുന്നവരായിട്ടല്ല. ആരാണോ ഈമാനിൽ തിരിഞ്ഞു കളഞ്ഞത് അവർക്ക് ശിക്ഷയുണ്ടെന്ന താക്കീത്. വയുജാദിലു അല്ലദീന കഫറൂ ബിൽ ബാതിൽ, വയുജാദിൽ, നോക്കി നേരത്തെ പറഞ്ഞ ജിദാൽ അതാരുടെ സ്വഭാവമാണ്? വയുജാദിലു അല്ലദീന കഫറൂ, കാഫിറുകൾ തർക്കിക്കുന്നു. ബിൽ ബാതിൽ, എന്തുകൊണ്ടാണ് അവർ തർക്കിക്കുന്നത്? ബാതിൽ കൊണ്ട്, തെറ്റായ കാര്യം കൊണ്ട്. ലിയുദ്ഹിദു, ലിയുദ്ഹിദു എന്നാൽ ലിയുദ്ഇഫു, ദുർബലമാക്കാൻ വേണ്ടി. ബിഹി, അതുകൊണ്ട് അൽ ഹഖ, ഹഖിനെ,
ബാത്തില് കൊണ്ട് അവർ ഹക്കിനെ തകർക്കാൻ ശ്രമിക്കുന്നു തർക്കിച്ചിട്ട്. വത്തഖദു ആയാതി, വത്തഖദു അവരാക്കി തീർത്തു ആയാതി എന്റെ ആയത്തുകളെ, വമാ ഉൻദിറു എന്താണ് അവർക്ക് താക്കീത് നൽകപ്പെട്ടത് ആ കാര്യങ്ങളെ ഹുസുവൻ തമാശയാക്കി കളയും. ഇതെല്ലാം കുഫാറുകളുടെ സ്വഭാവമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഒന്ന് ബാത്തില് കൊണ്ട് ഹക്കിനെതിരിൽ തർക്കിക്കുക എന്നത്, അതാണ് കിബർ, അതാണ് അഹങ്കാരം. ഉദാഹരണത്തിന് ഒരാൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു, അയാൾ സമ്മതിക്കുന്നു ഞാൻ ചെയ്തത് തെറ്റാണ്, ഒരു ഹറാമായ കാര്യം ഒരാൾ ചെയ്യുന്നു, അയാൾ സമ്മതിക്കുന്നു ഞാൻ ചെയ്യുന്ന കാര്യം തെറ്റാണ്. വേറൊരാളാകട്ടെ അവൻ ഹറാമ് ചെയ്യുന്നു, പക്ഷേ അത് സമ്മതിക്കുന്നില്ല, അവനത് ഹറാമാണെന്ന് പറയുന്നില്ല, മറിച്ച് അവൻ പറയുന്നത് ഹലാലാണ്, ഇസ്തിഹലാൽ നടത്തുന്നു. ആരാണ് ഏറ്റവും വലിയ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്? രണ്ടാമത് പറഞ്ഞവനാണ്. ഒന്നാമത്തത് ആസി, അവൻ ഒരു ആസിയാണ്, അള്ളാഹുവിനെ ധിക്കരിച്ചവനാണ്. അള്ളാഹു ഉദ്ദേശിച്ചാൽ അവന് പുറത്തു കൊടുക്കും, അവന് തൗബ ചെയ്യാൻ സാധ്യത കൂടുതലാണ്, നന്നാവാൻ സാധ്യത കൂടുതലാണ്. ഒന്നിക്കൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് തൗബ ചെയ്യാൻ തൗഫീഖ് കൊടുക്കും, അള്ളാഹുവിന്റെ തൗബ സ്വീകരിക്കും. അതല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് മറ്റെന്തെങ്കിലും അവന്റെ ഖൈർ കൊണ്ട് അവന് പുറത്തു കൊടുക്കും. രണ്ടാമത് പറഞ്ഞവനാകട്ടെ ഒരു ഹറാം വ്യക്തമായ തെളിവ് കിട്ടിയിട്ട് ഒരാൾ ഇസ്തിഹ്ലാൽ നടത്തിയാൽ ഇസ്ലാം പുറത്താണ്. ഒരു ഹറാം വ്യക്തമായി തെളിവ് കിട്ടി ഒരുവൻ ഇസ്തിഹ്ലാൽ നടത്തിയാൽ ഹലാലാണ് പറഞ്ഞാൽ അവന്റെ അവസ്ഥ എന്താ? അവൻ ഇസ്ലാമിന് പുറത്താണ്. അതുപോലെയാണ് വത്തഖദു ആയാതി വമാ ഉൻദിറു ഹുസുവ, നമ്മുടെ ആയത്തുകളെയും അവർക്ക് താക്കീത് നൽകപ്പെട്ട കാര്യങ്ങളെ അവർ പരിഹസിക്കുന്നു, അവർ ഹുസുവാക്കി തമാശയാക്കി കളയും. അള്ളാഹുവിന്റെ ദീനിനെ പരിഹസിക്കൽ കുഫ്റാണ്, ഇസ്ലാമിന് പുറത്തു വന്ന കാര്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വലഇൻ സഅൽതഹും ലയഖൂലുന്ന ഇന്നമാ കുന്നാ നഖൂദു വനലഅബ് ഖുൽ അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുൻതും തസ്തഹ്സിഊൻ ലാ തഅ്തദിറൂ ഖദ് കഫർതും ബഅദ ഈമാനിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തബൂക്ക് യുദ്ധത്തിനിടയിൽ ഒരാൾ ഒരു തമാശ പറഞ്ഞു, ഒരു മനുഷ്യൻ മുനാഫിഖായി. അയാൾ പറഞ്ഞു മാ റഅയ്തു മിസ്ല ഖുറാഇന ഹൗലാ ما رأيت مثل قرائنا هؤلاء أرغب بطونا وأكذب ألسنا وأجبن عند اللقاء. إذا ഓത്തുകാരെ പോലെ ഈ ഖുറാ ഓതുന്ന ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തുമാണ് അവിടെ ഉദ്ദേശം. ഇവരെ പോലെ അർഗബ ബുതൂനൻ തീറ്റ കൊതിയന്മാരായ, വയറ് നിറക്കാൻ ആഗ്രഹമുള്ള, വല അക്ദബ അൽസുനൻ കളവ് പറയുന്ന, വല അജ്ബന ഇൻദ ലിഖാ ശത്രുക്കളെ കണ്ടുപിടിയാൽ പേടിച്ചോടുന്ന വേറൊരു കൂട്ടരെ കണ്ടിട്ട് ഇവരാണ് അങ്ങനെയുള്ള ആളുകൾ. ഈ ഖുറ, ഈ ഒത്തുകാർ തീറ്റകൊതിയന്മാരാണ്, കളവ് പറയുന്നവരാണ്, പേടിത്തൊണ്ടന്മാരാണ് എന്ന് പറഞ്ഞു. ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഇത് കേൾക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു ല ഉഖ്ബിറന്ന റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിനോട് ഞാനിത് പറഞ്ഞു, വലാകിന്നക മുനാഫിഖ്, ഈ ഒരു മുനാഫിഖാണ്. എന്നിട്ട് ഈ സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് ചെന്നു. ഇയാളും പിന്നാലെ ചെന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വാഹനപ്പുറത്ത് കയറി. അയാളാകട്ടെ റസൂലുള്ളാഹിന്റെ വാഹനത്തിന്റെ കയറ് പിടിച്ച് പിന്നാലെ നടന്ന് അയാൾ പറയുന്നു യാ റസൂലല്ലാഹ് ഇന്നമാ കുന്നാ നഖൂദു വനൽഅബ്, ഇന്നമാ കുന്നാ നഖൂദു വനൽഅബ്. നബി തമാശ പറഞ്ഞതാണ്, വെറുതെ പറഞ്ഞതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി വലഇൻ സഅൽതഹും, നീ അവരോട് ചോദിച്ചാൽ ലയഖൂലുന്ന, അവർ പറയും ഇന്നമാ കുന്നാ നഖൂദു വനൽഅബ്, തമാശ പറഞ്ഞതാണ്, കളി പറഞ്ഞതാണ്. ഖുൽ, അവരോട് ചോദിക്കും നബി അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുൻതും തസ്തഹ്സിഊൻ, അല്ലാഹുവിനെ കുറിച്ച് അവന്റെ റസൂലിനെ കുറിച്ച് അവന്റെ ആയത്തുകളെ കുറിച്ചാണോ നിങ്ങൾ പരിഹസിക്കുന്നത്? അതിനെയാണ് നിങ്ങൾ പരിഹസിക്കുന്നത്. ലാ തഅ്തദിറൂ, നിങ്ങൾ മാപ്പ് പറയേണ്ടതില്ല, ഒഴിവ് പറയേണ്ടതില്ല, ഒഴികഴിവ് പറയേണ്ടതില്ല. ഖദ് കഫർതും ബഅദ ഈമാനിക്കും, ഈമാൻ കിട്ടിയതിനു ശേഷം നിങ്ങൾ കാഫറായി പോയിരിക്കും. സൂറത്ത് തൗബയിൽ ആയത്തുകൾ അവതരിക്കുകയുണ്ടായി. അപ്പോ അതുകൊണ്ടാണ് തമാശയായിട്ടായാലും അള്ളാഹുവിന്റെ ദീനിന്റെ ഒരു കാര്യം ഒരാൾ പരിഹസിച്ചാൽ യക്ഫുർ, അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ദീനിന് പുറത്തായി പോയി. കാരണം ദീൻ പരിഹസിക്കാനുള്ളതാണ്, അള്ളാഹുവിന്റെ ദീൻ തമാശ പറയാനുള്ളതാണ്. അള്ളാഹുവിന്റെ ഏറ്റവും വലിയ നിഅമത്താണ് ഈ ദീൻ. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും അൽ ഇസ്ലാമ ദീന. അള്ളാഹു നമുക്ക് സ്വർഗത്തിൽ പോകാൻ അവന്റെ റസൂലുകൾ അയച്ച് പറഞ്ഞു തന്ന കാര്യമാണ് ഈ ദീൻ, തമാശ പറയാനുള്ളതാണ്. ഇന്നഹു ലഖൗലുൻ ഫസ്ൽ, അടുത്ത വമാ ഹുവ ബിൽ ഹസ്ൽ, ഇത് വ്യക്തമായ വാക്കാണ്, ഇത് വിവരിക്കുന്ന വാക്കാണ്. വമാ ഹുവ ബിൽ ഹസ്ൽ, തമാശ. അള്ളാഹുവിന്റെ ദീൻ
ജിദ്ദുൻ കുല്ലു, മുഴുവൻ ഗൗരവകരമാണ്. അതിൽ തമാശ പറയാം. ദുനിയാവിന്റെ വിഷയത്തിലല്ല, അത് ദീനിന്റെ കാര്യം. തമാശ പറയരുത്, പരിഹസിക്കരുത്, തമാശക്ക് പോകും. പരിഹസിക്കരുത്, തമാശക്ക് പോലും കുഫാറുകളുടെ സ്വഭാവമാണ്. ഇത്തഖദു ആയാതി വമാ ഉൻദിറു ഹുസുവ, വമാ ഉൻദിറു ഹുസുവ. നമ്മുടെ ആയത്തുകളെയും അവർക്ക് താക്കീത് നൽകപ്പെട്ട കാര്യങ്ങളെയും അവർ ഹുസുവാക്കി, അഥവാ തമാശയാക്കി കളഞ്ഞു. ومن أظلم ممن ذكر بآيات ربه فأعرض عنها ونسي ما قدمت يداه إنا جعلنا على قلوبهم أكنة أن يفقهوا وفي آذانهم وقرا وإن تدعوهم إلى الهدى فلن يهتدوا إذا أبدا. الله سبحانه وتعالى പറയുന്നു, ومن أظلم, ആരാണ് അദ്ലം? ഏറ്റവും വലിയ ദുൽമ ചെയ്തവൻ. മിമ്മൻ, ഒരുവനേക്കാൾ. ദുഃഖിറ ബിആയാതി റബ്ബിഹി, ദുഃഖിറ, അവന് തദ്കിറ നൽകപ്പെട്ടു, അവന് താക്കീത് നൽകപ്പെട്ടു, അവനെ ഓർമ്മപ്പെടുത്താൻ ആളുണ്ടായി. ബിആയാതി റബ്ബിഹി, അവന്റെ റബ്ബിന്റെ ആയത്തുകൾ കൊണ്ട് അവനെ ഓർമ്മപ്പെടുത്തുകയുണ്ടാക്കി. ഫഅഅറദ, എന്നിട്ട് അവൻ തിരിഞ്ഞു കളഞ്ഞു. അൻഹ, അതിൽ നിന്ന്, അഥവാ അല്ലാഹുവിന്റെ ആയത്തുകളിൽ. വനസിയ, അവൻ മറന്നു കളഞ്ഞു. മാ ഖദ്ദമത്, എന്താണ് നേരത്തെ ചെയ്തതെന്ന്. യദാഹു, അവന്റെ ഇരു കൈകൾ. ഇങ്ങനെയുള്ള ഒരുവനെക്കാളും അക്രമി വേറെ ആരാണുള്ളത്? ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, വഅയ്യു ഇബാദില്ലാഹി അദ്ലമു മിമ്മൻ ദുക്കിറ ബിആയാതില്ലാഹി ഫഅറദ അൻഹാ. അല്ലാഹുവിന്റെ ആയത്തുകൾ കൊണ്ട് ഒരുവൻ ഉപദേശിക്കപ്പെട്ടു, അവൻ ഉപദേശം കേട്ടു, എന്നിട്ട് അതിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞവനേക്കാളും വലിയ അക്രമി ആരാണുള്ളത്? ഐ തനാസാഹ ഫഅറദ അൻഹാ, അവനത് കേട്ടില്ല എന്ന ഭാവം നടിച്ചു, അവനത് മറന്നു കളഞ്ഞു, അതിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞു. വലം യസഖ്ലഹ, അതിനുവേണ്ടി അവൻ തന്നെ കാതു കൊടുത്തില്ല, ശ്രദ്ധിച്ചില്ല. വല അൽഖാ ഇലൈഹ ബാല, അവനത് കാര്യമാക്കിയില്ല. അള്ളാഹുവിന്റെ ദീൻ കേട്ടു, അള്ളാഹു വാജിബാക്കിയത് നിനക്ക് നിർബന്ധമാക്കിയത് ഇന്നതാണ്, അള്ളാഹു നിന്നോട് വിലക്കിയത് ഇന്നതാണ് എന്നിങ്ങനെയുള്ള അള്ളാഹുവിന്റെ ആയത്തുകൾ കേൾക്കുകയും എന്നിട്ട് അതിൽ നിന്ന് തിരിഞ്ഞു കളയുകയും ചെയ്തവനേക്കാളും വലിയ അക്രമി ആരാണ്? വനസിയ മാ ഖദ്ദമത് യദാ, അവന്റെ ഇരു കൈകൾ പ്രവർത്തിച്ചത് അവൻ മറന്നു കളഞ്ഞു. ഐ മിനൽ അഅമാലി സയ്യിഅതി വൽ അഫ്ആലിൽ ഖബീഹ, അവൻ ചെയ്ത മോശമായ പ്രവർത്തികൾ അവൻ മറന്നു കളഞ്ഞിരിക്കുന്നു. അള്ളാഹു പറയുന്നു, ഇന്ന ജഅൽനാ അലാ ഖുലൂബിഹിം, ഇന്ന, തീർച്ചയായും നാം ജഅൽന, ഏർപ്പെടുത്തിയിരിക്കുന്നു, അലാ ഖുലൂബിഹിം, അവരുടെ കൽബുകൾക്ക്, അകിന്നതൻ, ഒരു അകിന്നത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നു. അകിന്ന എന്നാൽ ഇബ്നു കസീർ പറയുന്നു, ഐ അഗ്തിയ വഗിശാവ, ഒരു മൂടി ഏർപ്പെടുത്തിയിരിക്കുന്നു അവരുടെ കൽബിന്റെ, അങ്ങനെയുള്ളവരുടെ കൽബിന് മുന്നിൽ. അകിന്നതൻ ഐ യഫ്ഖഹു, അത് അവന് ഫിഖ്ഹ് ആക്കാൻ കഴിയുന്നില്ല. അള്ളാഹുവിന്റെ ആയത്തുകൾ അവന് ഉൾക്കൊള്ളാൻ, അത് സ്വീകരിക്കാൻ കഴിയുന്നില്ല. അള്ളാഹുവിന്റെ കൽബിന് ഒരു മൂടി വെച്ചിരിക്കുന്നു. വഫി ആദാനിഹിം വഖ്റാ, വഫി ആദാനിഹിം, അവരുടെ ചെവികളിൽ മേലുണ്ട് വഖ്റൻ. വഖ്റൻ എന്നാൽ ഐ സമമുൻ മഅനവിയുൻ അനിർ റശാദ്, നല്ലത് കേൾക്കാൻ പറ്റാത്ത ഒരു മൂടി, ഒരു സമം. അവൻ കാത് കേൾക്കുന്നവനാണ്, പക്ഷെ യഥാർത്ഥത്തിൽ അവൻ കേൾക്കാത്തവനാണ്. കേൾക്കുന്നവനാണ്, എന്നാൽ കേൾക്കാത്തവനാണ്. അള്ളാഹു പറഞ്ഞത് കണ്ണു കാണാത്തവർ. നമ്മള് സാധാരണ നിലക്ക് കണ്ണുപൊട്ടനാണ്, കണ്ണു കാണാത്ത ആളാണ് എന്ന് പറയുന്ന ആളെ കുറിച്ചല്ലല്ലോ, മറിച്ച് അവൻ ഹക്ക് കണ്ട് മനസ്സിലാക്കുന്നില്ല, ഹക്ക് അവൻ നാവുകൊണ്ട് പറയുന്നില്ല, ഹക്ക് അവൻ കേൾക്കുന്നില്ല. വലഖദ് ദറഅനാ لجهنم كثيرا من الجن والإنس لهم قلوب لا يفقهون بها ولهم أعين لا يبصرون بها ولهم آذان لا يسمعون بها أولئك كالأنعام بل هم أضل أولئك هم الغافلون. الله പറഞ്ഞു, ولقد ذرأنا, നാം പടച്ചിട്ടുണ്ട്, ലിജഹന്നം, നരകത്തിന് വേണ്ടി നാം പടച്ചിട്ടുണ്ട്, കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്, ജിന്ന് വർഗത്തിലും ഇൻസ് വർഗത്തിലും പെട്ട ഒരുപാട് ആളുകൾ, ജിന്നുകളെയും മനുഷ്യരെ. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് ഖൽബുകളുണ്ട്, പക്ഷെ അതുകൊണ്ട് ഫിഖ്, അല്ലാഹുവിന്റെ ആയത്തുകൾ മനസ്സിലാക്കുന്നില്ല. വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ, കണ്ണുകളുണ്ട്, പക്ഷെ അവർ കാണുന്നില്ല. എന്ത് കാണുന്നില്ല?
അള്ളാഹു സുബ്ഹാനഹു വ തആല കാണാൻ പറഞ്ഞത് കാണുന്നില്ല. വലഹും ആദാനു ലാ യസ്മഊന ബിഹാ, കാതുകളുണ്ട് അവർ കേൾക്കുന്നില്ല. ഉലൈക കൽ അൻആം ബൽ ഹും അദൽ, കന്നുകാലികളെ പോലെ. ബൽ അല്ല, ഹും അദൽ, അതിനേക്കാൾ വഴിതെറ്റിയവർ. ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അവരാകും അശ്രദ്ധരായ ആളുകൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ പരലോകത്ത് അന്ധന്മാരാക്കി കളയും, കാഴ്ചയില്ലാതാക്കി കളയും. അവൻ ചോദിക്കും, ഖാല റബ്ബി ലിമ ഹശർതനി അഅമ വഖദ് കുൻതു ബസീറ, അള്ളാഹു എന്തിനാണ് നീ എന്നെ കണ്ണു കാണാത്തവനായി ഉയർത്തെഴുന്നേൽപ്പിച്ചത്, ഞാൻ കാണുന്നവനായിരുന്നല്ലോ. ഖാല കദാലിക അതത്ക ആയാതുനാ ഫനസീതഹാ വകദാലിക അൽയൗമ തുൻസാ, അങ്ങനെയല്ലേ നീ ദുനിയാവിൽ ചെയ്തത്. അള്ളാഹുവിന്റെ ആയത്തുകൾ വന്നു കിട്ടിയപ്പോൾ കണ്ടില്ലെന്ന് നടിച്ചു, എന്നെ ഇന്ന് കാഴ്ചയില്ലാത്തവനാക്കി. നീ അത് മറന്നതുപോലെ, നിന്നെ ഇന്ന് മറന്നതുപോലെ അവഗണിച്ചിരിക്കുന്നു. അവന്റെ വിളിയും അവന്റെ അള്ളാഹുവിനോടുള്ള സഹായത്തോട്ടവും രക്ഷിക്കണേ എന്ന വിളിയുമൊന്നും ആരും കേൾക്കുകയില്ല. അള്ളാഹു അത് ഉത്തരം നൽകുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ളവർക്ക് അവരെ കുറിച്ച് പറഞ്ഞതാണ്, അവരുടെ കാതുകളിൽ മുടിയുണ്ട്, കണ്ണുകൾക്ക് മുടിയുണ്ട്, അവര് ഫിഖ്ഹ് ചെയ്യുന്നില്ല, അള്ളാഹുവിന്റെ ആയത്തുകൾ അവർ മനസ്സിലാക്കുന്നില്ല. അതാണ് വലിയ ദുനിയാവിൽ തന്നെ ഉള്ള അദാബത. വഅലമു അന്ന അല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബിഹി, നീ അള്ളാഹുവിനും അവന്റെ റസൂലിനും ഉത്തരം നൽകണം. ഇല്ലെങ്കിൽ മനസ്സിലാക്കുക, അന്ന അല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബിഹി, അള്ളാഹു ഒരുവനും അവന്റെ കൽബിനും ഇടയിൽ മറയും. ദുനിയാവിലെ വലിയ അദാബത, ഏറ്റവും വലിയ ശിക്ഷ. പിന്നെ അവനൊന്നും ഹക്കൊന്നും കയറുകയില്ല, ഹക്ക് സ്വീകരിക്കാൻ സാധിക്കുകയില്ല. സുബ്ഹാനല്ലാഹ്, ഇത് ചിലപ്പോൾ നമ്മുടെ ദുനൂബുകളുടെ ഫലമായി നമുക്കുണ്ടാവും ഈ ലോകത്ത്. നമ്മുടെ തെറ്റുകളുടെ ഫലമായി, നമ്മുടെ പാപങ്ങളുടെ ഫലമായി ഇത് നമുക്കുണ്ടായേക്കും. അല്ലാഹു കാത്തിരക്ഷിക്കുമാർ. ഹക്ക് നമുക്ക് ഗ്രഹിക്കാൻ പറ്റാതായി പോയാൽ, അള്ളാഹു നമ്മളെ ഒഴിവാക്കിയാൽ, അള്ളാഹു നമുക്ക് ഹിദായത്ത് തരാൻ തീരുമാനിച്ചാൽ, ആരുണ്ട് പിന്നെ അവന് ഹിദായത്ത് കൊടുക്കാൻ ഒരാൾക്ക് സാധ്യമല്ല. അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ചില ആളുകളെ കുറിച്ച്, فإنها لا تعمى الأبصار ولكن تعمى القلوب التي في الصدور. നിങ്ങൾ അറിയണം, ഈ കണ്ണുകൾക്കല്ല യഥാർത്ഥത്തിൽ അന്ധത ബാധിക്കുന്നത്. ولكن تعمى القلوب التي في الصدور, നെഞ്ചുകളിലുള്ള കൽബുകൾക്കാണ് യഥാർത്ഥത്തിൽ അന്ധത ബാധിക്കുന്നത്. കുഫാറുകളുടെ അവസ്ഥ എങ്ങനെയാണ്? അവർ കാണുന്നു അള്ളാഹുവിന്റെ ആയത്തുകൾ, കൗനിയായ ആയത്തുകളും ശർഈയായ ആയത്തുകളും. അള്ളാഹുവിന്റെ ആയത്തുകൾ രണ്ടു തരമാണ്, ഒന്ന് കൗനിയ, ഒന്ന് ശർഈയ. ശർഈയായ ആയത്തുകൾ എന്താണ്? അവന്റെ മതപരമായ ആയത്തുകൾ, അവന്റെ ദീനി നിയമവുമായി ബന്ധപ്പെട്ട ആയത്തുകൾ, ഖുർആനിലെ ആയത്തുകൾ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ ആ അർത്ഥത്തിൽ ആയത്താണ്. അത് കൗനിയായ ആയത്തുകൾ എന്നാൽ പ്രാപഞ്ചികമായ ആയത്തുകൾ. നമ്മൾ കാണുന്ന, ചുറ്റും നോക്കിയാൽ കാണുന്ന എല്ലാം, പുറത്തെവിടെയും നോക്കണ്ട, അവനാണ് തന്നെ നോക്കിയാൽ. വഫി അൻഫുസികും അഫലാ തുബ്സിറൂൻ, അള്ളാഹു ചോദിച്ചില്ലേ, വഫി അൻഫുസികും, നിങ്ങളെ തന്നെ നിങ്ങൾ നോക്കൂ, അഫലാ തുബ്സിറൂൻ, നിങ്ങൾ കാണുന്നില്ലേ? ഭൂമിയിൽ എങ്ങോട്ട് നോക്കിയാലും അള്ളാഹുവിന്റെ ആയത്തുകൾ നമുക്ക് കാണാം. മുകളിലേക്ക് നോക്കിയാൽ അള്ളാഹു നോക്കാൻ പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കാൻ പറഞ്ഞു. നിങ്ങൾ കണ്ടില്ലേ ആകാശത്ത് നാം എങ്ങനെയാണ് ഉയർത്തിയത്? നിങ്ങൾ കണ്ടില്ലേ ഭൂമി എങ്ങനെയാണ് ഇവിടെ ഭൂമിയെ നാം വിധാനിച്ചിരിക്കുന്നതെന്ന്, പർവ്വതങ്ങൾ എങ്ങനെയാണ് നാട്ടിയിരിക്കുന്നതെന്ന്. അവലം യറൗ ഇല അത്തൈരി ഫൗഖഹും സാഫാത്തി വയഖ്ബിർ മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ, അവർക്ക് മുകളിൽ ചിറക് വിടർത്തിപ്പിടിച്ചും ചിറക് ഒതുക്കിപ്പിടിച്ചും പറക്കുന്ന പക്ഷികൾ അവർ നോക്കിയില്ലേ? മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ, റഹ്മാനായ റബ്ബല്ലാതെ ആരാണ് അതിനെ പിടിച്ചു നിർത്തുന്നത്? എങ്ങോട്ട് നോക്കിയാലും ഒരു മുഅ്മിന് ആയത്തുകളാണ്. അവൻ അള്ളാഹുവിനെ കുറിച്ച്, അവന്റെ തൗഹീദ്, ഇതിനെല്ലാം കഴിവുള്ള റബ്ബ് എന്നെ രണ്ടാമത് ജീവിപ്പിക്കാൻ കഴിവുള്ളവനാണ്, ഇതിനെല്ലാം പടച്ച റബ്ബിനെ അല്ലാതെ ഇബാദത്ത് പാടില്ല എന്ന് ആയത്ത് ഉൾക്കൊള്ളുന്നവനാണ് മുഅ്മിൻ. അവൻ എങ്ങോട്ട് നോക്കിയാലും അള്ളാഹുവിന്റെ ആയത്തുകൾ കാണും. അള്ളാഹു പറഞ്ഞു, ഫിൽ ആഫാഖ്, എല്ലാ ഭാഗത്തും അള്ളാഹുവിന്റെ ആയത്തുകളാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എങ്ങോട്ട് നോക്കിയാൽ ഭൂമി അതാ വരണ്ടുണങ്ങിയത്, മഴ പെയ്തപ്പോൾ അതുകൊണ്ടും അതിൽ മുളച്ചു പൊന്തുന്നത് എല്ലാം, ഇതിൽ നിന്നെല്ലാം തിരിഞ്ഞു കളയുന്നവനാണ് കാഫിർ. അവരതൊന്നും അതിനെ കുറിച്ചൊക്കെ അവൻ എന്താണ് പറയുന്നത്? ദുനിയാവിയായ ചില കാരണങ്ങൾ പറയും. മഴ പെയ്യുന്നതിന്, മഴ പെയ്യാത്തതിന്, കാറ്റടിക്കുന്നതിന് ഒക്കെ എന്താണ് ദുനിയാവിന്റെ കാരണങ്ങളല്ലാതെ, ചില സയന്റിസ്റ്റുകളെ നോക്കി അവൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളല്ല അതൊന്നും പറയാൻ. എന്നാൽ മുഅ്മിൻ അവൻ ഇതിനെ അങ്ങനെയല്ല മനസ്സിലാക്കുക.
അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കുഫാറുകളുടെ അള്ളാഹുവിന്റെ ആയത്തുകളിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞ ആളുകൾ അള്ളാഹു അവരെന്താക്കിയിരിക്കുന്നു, അവരുടെ ഖൽബുകളിൽ അള്ളാഹു മൂടി വച്ചിരിക്കുന്നു, അവരുടെ കാതുകളിൽ അള്ളാഹു കേൾക്കാത്തവണ്ണം മൂടി വച്ചിരിക്കുന്നു. അതിന്റെ പിന്നെ ബാക്കി എന്താ? നീ അവരെ വിളിച്ചാൽ ഇലൽ ഹുദ, ഹുദാ അള്ളാഹുവിന്റെ വെളിച്ചത്തിലേക്ക് സന്മാർഗത്തിലേക്ക് അവരെ വിളിച്ചാൽ ഒരിക്കലും അവർ അവർ സ്വീകരിക്കുകയില്ല സന്മാർഗം. ഇതൻ അപ്പോൾ അബദൻ, ലൻ എന്നും അബദൻ എന്നും രണ്ടും എന്തിനാണ്? ഒരിക്കലും ഉണ്ടാവുകയില്ല എന്ന അർത്ഥത്തിലാണ് രണ്ടും അള്ളാഹു പ്രയോഗിച്ചു. അള്ളാഹു പറയുന്നു വറബ്ബുകൽ ഗഫൂറു ദുർ റഹ്മ ലൗ യുആഖിദുഹും ബിമാ കസബൂ ലഅജ്ജല ലഹുമുൽ അദാബ് ബൽ ലഹും മൗഇദുൻ ലൻ യജിദൂ മിൻ ദൂനിഹി മൗഇലാ വതിൽകൽ ഖുറാ അഹ്ലക്നാഹും ലമ്മാ ളലമൂ വജഅൽനാ ലിമഹ്ലികിഹിം മൗഇദാ. വറബ്ബുക, നിന്റെ റബ്ബ് അൽ ഗഫൂർ, അവൻ അൽ ഗഫൂറാണ്, അവൻ പാപങ്ങൾ പൊറുക്കുന്നവനാണ്. ദുർ റഹ്മ, റഹ്മത്തുള്ളവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറയാൻ പറഞ്ഞു, ഓ നബിയെ വഇദാ ജാഅക അല്ലദീന യുഅ്മിനൂ ബിആയാതിനാ, നമ്മുടെ ആയത്തുകളിൽ വിശ്വസിക്കുന്ന മുഅ്മിനുകൾ നിന്റെ അടുത്തേക്ക് വന്നാൽ ഫഖുൽ സലാമുൻ അലൈക്കും കതബ റബ്ബുക്കും അലാ നഫ്സിഹി റഹ്മ, അവരോട് പറയൂ നബിയെ, അവർ ചെയ്ത തെറ്റുകളെ കുറിച്ചൊക്കെ ചോദിക്കാൻ വേണ്ടി നിന്റെ അടുത്തേക്ക് വന്നതാണ്. അങ്ങനെയുള്ള മുഅ്മിനുകൾ നിന്റെ അടുത്തേക്ക് വന്നാൽ ഓ നബിയെ ഫഖുൽ സലാമുൻ അലൈക്കും, അവർ നീ നിനക്ക് പറഞ്ഞ സലാമിനെ നീ മടക്കുക, ആണ് എന്റെ അർത്ഥം. ഫഖുൽ സലാമുൻ അലൈക്കും കതബ റബ്ബുക്കും അലാ നഫ്സിഹി റഹ്മ, അവരോട് പറയുക നിന്റെ റബ്ബ്, നിങ്ങളുടെ റബ്ബ് അവന്റെ പേരിൽ, അവന്റെ അരികിൽ, അവന്റെ നഫ്സിൽ അവൻ റഹ്മത്ത് രേഖപ്പെടുത്തി വെച്ചിരുന്നു എന്നവരോട് പറയും. അന്നഹു മൻ അമില മിൻകും സൂഅൻ ബിജഹാലത്തിൻ സുമ്മ താബ മിൻ ബഅദിഹി വഅസ്ലഹ ഫഅന്നഹു ഗഫൂറുർ റഹീം. നിങ്ങൾ ആരാണ് തെറ്റുപറ്റിപ്പോയത്? ജഹാലത്ത് കൊണ്ട്, വിവരക്കേട് കൊണ്ട്, അല്ലെങ്കിൽ അവിവേകം കൊണ്ട്. ഒരാൾ ജഹാലത്ത് കൊണ്ട് തെറ്റ് എന്ന് അള്ളാഹു പറഞ്ഞതിന്റെ ഉദ്ദേശം ഒരാൾ എത്ര ആലിമാണെങ്കിലും ശരി, തെറ്റുപറ്റിയാൽ ആ വിഷയത്തിൽ ആൾ ജാഹിലാണ് എന്നാണ്. അവിടെ ജഹാൽ എന്നാൽ അറിയാതെ ചെയ്തു പോയി എന്നല്ല. ചില മനുഷ്യർക്ക് ശൈത്താന്റെ പ്രേരണ കൊണ്ട് തെറ്റുകൾ പറ്റും. എന്നിട്ട് തൗബ ചെയ്തു, വഅസ്ലഹ, കാര്യം നന്നാക്കി, പിന്നീടുള്ള ജീവിതം നന്നാക്കി, ഫഅന്നഹു ഗഫൂറുർ റഹീം. പറഞ്ഞു കൊടുക്കും നബിയെ, അവരുടെ റബ്ബ് ഗഫൂറാണ്, റഹീമാണ്, അവൻ പൊറുക്കുന്നവനാണ്. റബ്ബുകൽ ഗഫൂറു ദുർ റഹ്മ, അവൻ റഹ്മത്തുള്ളവനാണ്. ലൗ യുആഖിദുഹും ബിമാ കസബൂ, അവന്റെ മഗ്ഫിറത്തും റഹ്മത്തിന്റെയും അടയാളമാണ്. ലൗ യുആഖിദുഹും, അവരെ അവൻ പിടിച്ചിരുന്നുവെങ്കിൽ, ആഖദ യുആഖിദു, പിടിച്ച് ശിക്ഷിക്കുക, അവരെ അവൻ ശിക്ഷിച്ചിരുന്നുവെങ്കിൽ, ബിമാ കസബൂ, അവർ ചെയ്തതിന്, ബിമാ കസബൂ, അവർ സമ്പാദിച്ചത്, അവർ ചെയ്തതിന് അള്ളാഹു അവരെ പെട്ടെന്ന് ശിക്ഷിച്ചിരുന്നുവെങ്കിൽ, ലഅജ്ജല ലഹുമുൽ അദാബ്, ലഅജ്ജല, അജ്ജലത്തൽ ആജിലായി, വേഗത്തിൽ, ലഹും, അവർക്ക് അള്ളാഹു വേഗം നൽകിയേനെ അൽ അദാബ, ശിക്ഷ. അള്ളാഹു അങ്ങനെ ചെയ്യുന്നില്ലല്ലോ, ഹലീമാണ്, അങ്ങേയറ്റം ഹിൽമുള്ളവനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ അഹദുൻ അസ്ബറ അലാ അദൻ സമിഅഹു മിൻ അല്ലാഹ്, ഒരു ഇഷ്ടമല്ലാത്ത വാക്കുകൾക്ക് സബർ കൈക്കൊള്ളുന്ന റബ്ബിനെ പോലെ അങ്ങനെ സബർ കൈക്കൊള്ളുന്ന ഒരാളുമില്ല. വഇന്നഹും ലയദ്ദഊന ലഹു വലദാ വഇന്നഹു ലയുആഫീഹി വയർസുഖുഹു, അവരതാ റബ്ബിന് വലതുണ്ടെന്ന് പറയുന്നു, അവന് സന്താനമുണ്ട്, അവൻ ഏറ്റവും വെറുക്കുന്നവ, അവനാകട്ടെ വഇന്നഹു ലയുആഫീഹി വയർസുഖുഹു, അവർക്ക് അവൻ ആഫിയത്ത് കൊടുക്കുന്നു, റിസ്ക് കൊടുക്കുന്നു. സുബ്ഹാനഹു വ തആല അവന്റെ ഹിൽമ കൊണ്ടാണ്. അവൻ അങ്ങേയറ്റം സബറുള്ളവനാണ്, പെട്ടെന്ന് ശിക്ഷിക്കുന്നില്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സമയം നീട്ടിക്കൊടുക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് പറഞ്ഞത്, ലാ യതമന്നയന്ന അഹദുകുമുൽ മൗത്ത് ഇമ്മ മുഹ്സിനൻ ഫലഅല്ലഹു യസ്ദാദ് വഇമ്മ മുസീഅൻ ഫലഅല്ലഹു യസ്തഅതബ്. നിങ്ങളുടെ ഒരാളും തന്നെ മരണത്തെ ആഗ്രഹിക്കരുത്. ഇമ്മ മുഹ്സിനൻ, നല്ല ആളാണെങ്കിൽ ഫലഅല്ലഹു യസ്ദാദ്, അവന് നന്മകൾ വർദ്ധിപ്പിക്കാമല്ലോ. ഇനി വൈകാന മുസീഅൻ, തെറ്റ് ചെയ്യുന്നവനാണെങ്കിൽ അവന് തൗബ ചെയ്യാമല്ലോ, അവന് മരിച്ചു കിട്ടാൻ ആഗ്രഹിക്കരുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാരണം ഒരുവൻ അവന്റെ ആയുസ് കൂടുകയും എന്നിട്ട് അമൽ ഖൈറാവുകയും ചെയ്താൽ അവൻ പരലോകത്ത് അത് ലാഭമാണ്. ഏറ്റവും മോശമായവൻ ആയുസ് കുറെ കിട്ടുകയും എന്നിട്ട് അമൽ പറ്റ മോശമാവുകയും ചെയ്തവനാണ്. അഊദു ബില്ലാഹ്. ലൗ യുആഖിദുഹും ബിമാ കസബൂ ലഅജ്ജല ലഹുമുൽ അദാബ്, അല്ലാഹു വേഗം ശിക്ഷിക്കുമായിരുന്നു. അല്ലാഹു അവരുടെ തെറ്റുകൾക്കെല്ലാം അവരെ വേഗം പിടികൂടിയിരുന്നെങ്കിൽ അവർക്ക് വേഗം തന്നെ ദുനിയാവിൽ അല്ലാഹു ആരെയും ബാക്കിയാക്കുകയും
മറിച്ച് അങ്ങനെയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സമയം നീട്ടിക്കൊടുക്കും, തൗബക്ക് അവസരം നൽകും. അതുകൊണ്ടാണ് എത്ര കുഫാറുകൾ പിന്നീട് മുസ്ലിമീങ്ങളായി ഇസ്ലാമിന്റെ ആളുകളായി മാറിയിട്ടുണ്ട്. പല സഹാബത്തും റളിയല്ലാഹു അൻഹും അവർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വളരെ പ്രായം ചെന്ന് ഹിദായത്ത് കിട്ടിയ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളായ ആളുകൾ. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു, അബൂ സുഫിയാൻ ബദറിൽ അപ്പുറത്താണ്, ഉഹദിൽ അപ്പുറത്തെ നേതാവാണ്, ഖന്തഖിൽ അപ്പുറത്തെ നേതാവാണ്, വെറും അപ്പുറത്തെ ഒരാളല്ല, കുറച്ച് നേതാവാണ്. പിന്നീട് അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയായി മാറി. അല്ലാഹു ഹിദായത്ത് ഉദ്ദേശിച്ചു, അതുകൊണ്ട് കാഫിറായി കൊല്ലപ്പെട്ടില്ല. ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു ഉഹദിൽ അപ്പുറത്ത് മുസ്ലിമീങ്ങൾ തോൽപ്പിച്ച ആളാണ്. പിന്നീട് എത്ര മുസ്ലിമീങ്ങൾക്ക് വേണ്ടി എത്ര വിജയങ്ങൾ അവിടുത്തെ കയ്യാൽ അള്ളാഹു നൽകുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈഫുൻ മിൻ സുയൂഫില്ലാഹ്, അള്ളാഹുവിന്റെ വാളുകൾപ്പെട്ട ഒരു വാളാണ് എന്ന് വിളിക്കുകയുണ്ടായി. ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെ എമ്പാടും സഹാബിമാർ. വല്ലഹും മൗഇദുൻ, അള്ളാഹു പറയുന്നു അല്ല, ലഹും അവർക്കുണ്ട് മൗഇദുൻ, ഒരു വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസം. ലൻ യജിദു, അവർ ഒരിക്കലും കാണുകയില്ല, മിൻ ദൂനിഹി, അതിൽ നിന്ന്, ആ വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസം സമയം വന്നാൽ മൗഇല, ഒരു മൗഇൽ കാണുകയില്ല. മൗഇൽ എന്നാൽ ലൈസ ലഹും അൻഹു മഹീദുൻ വലാ മഹീസുൻ വലാ മഅദിൽ, അതിൽ നിന്ന് തെറ്റിപ്പോകാനുള്ള ഒരു അവസരം, വേറൊരു അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു അവസരം അവർക്ക് കിട്ടുകയില്ല. അള്ളാഹുവിന്റെ വാഗ്ദാനം അവൻ തീരുമാനിച്ച സമയം എത്തിയാൽ. വതിൽകൽ ഖുറാ അഹ്ലക്നാഹും ലമ്മാ ളലമു വജഅൽനാ ലിമഹ്ലികിഹിം മൗഇദ. അള്ളാഹു പറയുന്നു വതിൽകൽ ഖുറാ, അതാ ആ നാടുകൾ. ഖുറാ എന്ന ഖറിയ എന്ന വാക്കിന്റെ ജംഅ ബഹുവചനം. അതാ ആ നാടുകൾ, ആ ഖറിയത്തുകൾ. അഹ്ലക്നാഹും, നാം അവരെ നശിപ്പിച്ചു. ലമ്മാ ളലമു, അവർ ദുൽമ ചെയ്തപ്പോൾ, അതിക്രമം ചെയ്തപ്പോൾ. വജഅൽനാ, നാം ഏർപ്പെടുത്തി ലിമഹ്ലികിഹിം, അവരെ നശിപ്പിക്കുന്നതിന് മൗഇദ, ഒരു സമയം. ആ സമയം എത്തിയാൽ ഒരു നിമിഷം അങ്ങോട്ടും ഇങ്ങോട്ടും ആവുകയില്ല. ഇത് ഖുർആനിൽ നമ്മൾ ചിന്തിക്കാൻ അള്ളാഹു ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്. പഴയ ആളുകളുടെ ചരിത്രം, ആദിന്റെ, സമൂദിന്റെ, പല ഗോത്രങ്ങളുടെ ചരിത്രം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്തിനാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അള്ളാഹു പറഞ്ഞു വബിഇരിൻ മുഅത്തലത്തിൻ ഖസ്രിൻ മശീദ്, ഉപയോഗശൂന്യമായ എത്ര കിണറുകൾ, ഭദ്രമായി കെട്ടിയ എത്ര കോട്ടകൾ. ആളുകൾ താമസിച്ച സ്ഥലങ്ങളാണതല്ല. ഒരുപാട് കാലം ജീവിക്കും എന്ന് വിചാരിച്ച ആളുകൾ. എന്നാൽ അവരെല്ലാവരും അവിടെ അള്ളാഹുവിന്റെ അദാബ് വന്നപ്പോൾ അവർക്ക് തടയാൻ സാധിച്ചത്. വലിയ കരുത്തുള്ളവരായിരുന്നു, നമ്മളെക്കാൾ ശാരീരികമായി നല്ല ഖുവ്വത്തുള്ള ആളുകളായിരുന്നു. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ വന്നപ്പോൾ അവരെ രക്ഷിക്കാൻ ഒരാളും ഉണ്ടായില്ല. മാത്രമല്ല ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, അൽ ഉമമുസ് സാലിഫ വൽ ഖുറൂനുൽ ഖാലിയ, പണ്ട് കഴിഞ്ഞുപോയ സമുദായങ്ങൾ അഹ്ലക്നാഹും ബിസബബി കുഫ്രിഹിം, അവരുടെ കുഫ്ർ കാരണത്താൽ അള്ളാഹു അവരെ നശിപ്പിച്ചു. ഇനാദിഹിം, അവരുടെ സത്യം സ്വീകരിക്കാതിരിക്കാനുള്ള ഐനാദ്, അഹങ്കാരം, സത്യത്തോടുള്ള എതിർപ്പ്, അതുകൊണ്ട് അള്ളാഹു അവരെ നശിപ്പിച്ചു. വജഅൽനാ ലിമഹ്ലികിഹിം മൗഇദ, ആ നശിപ്പിക്കുന്നതിന് അള്ളാഹു ഒരു സമയം വെച്ചിട്ടുണ്ടായിരുന്നു. ഐ ജഅൽനാഹു ഇലാ മുദ്ദത്തിൻ മഅലൂമത്തിൻ വവഖ്തിൻ മഅലൂമിൻ മുഅയ്യൻ, കൃത്യമായി അള്ളാഹു തീരുമാനിച്ച ഒരു സമയം. ലാ യസീദ് വലാ യൻഖുസ്, അതിന് കൂടുതല കുറയുള്ളൂ. ഐ വകദാലിക അൻതും അയ്യുഹൽ മുശ്രികൂൻ, ഇതെന്തിനാണ് അള്ളാഹു പറയുന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിച്ച കാഫിറുകളോട് പറയുന്നു, അതുപോലെ തന്നെയാണ് നിങ്ങളും. ഓ മുശ്രിക്കുകളെ, ഇഹ്ദറു അൻ യുസീബകും മാ അസാബഹും, അവരെ പഴയ സമുദായത്തെ ബാധിച്ച ശിക്ഷ അത് നിങ്ങളും ഭയപ്പെട്ടോളൂ. ഫഖദ് കദ്ദബ്തും, കാരണം നിങ്ങൾ നിഷേധിച്ചിരിക്കുന്നു അശ്റഫ റസൂലിൻ വഅഅളമ നബിയ്യിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവര് നിഷേധിച്ച നബിമാരെക്കാളും ഷറഫുള്ള, മഹത്വമുള്ള നബിയാണ് നിങ്ങൾ നിഷേധിച്ചിട്ടുള്ളത്. വലസ്തും ബിഅസ്സി അലൈന മിൻഹും, അള്ളാഹു നശിപ്പിച്ച ആ സമുദായങ്ങളെക്കാളും എന്ത് ഇസ്സത്താണ് അള്ളാഹുവിന് നിങ്ങൾക്കുള്ളത്? ഒരു വിലയില്ല. ഫഖാഫു അദാബി വനുദുർ, അതുകൊണ്ട് എന്റെ ശിക്ഷയെയും താക്കീദിനെയും ഭയപ്പെട്ടോളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മേഘം മൂടിയത് കണ്ടാൽ അവിടുന്ന് ബേജാറായിട്ട് അങ്ങോട്ട് കൊണ്ട് നടക്കും. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കും, നബിയെ എന്തിനാണ് എല്ലാവരും സന്തോഷിക്കുന്നു, മഴ വരാൻ പോകുന്നു വിചാരിച്ചു, നിങ്ങളെന്തിനാണ് ബേജാറായി നടക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യഅ്മനു ലി, ആരാണ് എനിക്ക് ഉറപ്പ് തരാൻ? അതൊരു അദാബല്ല, ശിക്ഷയല്ല. കാരണം ഉദ്ദിബ ഖൗമുൻ ബിർരീഹ്, ഒരു സമുദായം കാറ്റുകൊണ്ട് നശിപ്പിക്കപ്പെട്ടു. സമൂദ് ഗോത്രം, അവർക്ക് എന്താണ് സംഭവിച്ചത്? ഒരു മേഘമാണ് വന്നത്. അപ്പൊ അവർ പറഞ്ഞു, ആരും മുത്തുവന,
ഞങ്ങൾക്ക് മഴ കിട്ടാനുള്ള മേഘമാണ്. പക്ഷേ അള്ളാഹു പറഞ്ഞു ബൽ ഹുവ മസ്തഅജൽതും ബിഹി റീഹുൻ ഫീഹാ അദാബുൻ അലീം. അതവർ തിരക്ക് കൂട്ടിയിരുന്ന ശിക്ഷയാണ്. നബിയോട് കൊണ്ടുവന്ന് വെല്ലുവിളിച്ച ശിക്ഷയാണ്. അത് മഴ കൊണ്ടുവന്നതല്ല. ആ അദാബാകുന്ന കാറ്റ് കൊണ്ടുവന്ന മേഘമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് മേഘം കണ്ടാൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരിഹാ എന്ന് ദുആ ചെയ്യും. അല്ലാഹു ഇതിന്റെ ശർറിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. മഴ പെയ്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷിക്കും. കാരണം അദാബല്ല എന്ന് മനസ്സിലായി. ഇടിമിന്നൽ ഉണ്ടായാൽ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നു, അവിടുന്ന് പറഞ്ഞു എന്താണ് സുബ്ഹാനല്ലദി യുസബ്ബിഹു അർ-റഅദു ബിഹംദിഹി വൽ മലായികതു മിൻ ഖൈഫതിഹി എന്ന ദുആ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു ഇതാ ഇത് ഹാദാ വഈദുൻ ശദീദുൻ മിൻ അല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള കടുത്ത ഗൗരവകരമായ താക്കീതാണ് ഇടിമിന്നൽ. സഹാബത്ത് റളിയല്ലാഹു അൻഹും അവർ ഭയപ്പെട്ടു അല്ലാഹുവിന്റെ ആയത്ത്. എത്ര ആളുകൾ ഒരു മഴയത്ത് ഇങ്ങനെ മഴയുണ്ടായാൽ അല്ലാഹുവിന്റെ ആയത്തുള്ള കാറ്റടിച്ചു അതുമല്ല ചില ആളുകൾ കാണാൻ ഒരു വണ്ടിയിൽ അതിനേക്കാൾ ഉച്ചത്തിൽ പാട്ട് വെച്ച് പോകുന്ന ആളുകൾ. അതെ, ദുനിയാവിൽ മതി മറന്നിട്ടുള്ള ആളുകൾ, അള്ളാഹുവിന്റെ അദാബിനെ കുറിച്ച് ചിന്തിക്കാത്ത, അവന്റെ ആയത്തുകളെ കുറിച്ച് ആലോചിക്കാത്ത ആളുകൾ, ഇതെല്ലാം കുഫാറുകളുടെ സ്വഭാവമാണ്. അതൊരിക്കലും മുസ്ലിമീങ്ങൾക്ക് യോജിച്ചതല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുസ്ലിമീങ്ങളായി ജീവിക്കുകയും ഈമാനോട് മരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹു തവഫന മുസ്ലിമീന വൽഹിഖ്ന ബിസ്സാലിഹീൻ. അല്ലാഹു തആല അലം വസല്ലല്ലാഹു വസല്ലം വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.